നമ്മുടെ കാര്യങ്ങൾ നേടാൻ പറ്റുമോ അതിനനുസരിച്ച് മയപ്പെടുത്തി മാധുര്യത്തോടുകൂടി ചമത്കാരത്തോടുകൂടി ശ്രവ്യസുന്ദരമായി സംസാരിച്ചു അത്രേ. അന്വാരുരോഹദാശാർഹം വിദുര സർവധർമ്മവിത് സർവപ്രാണഭൃതാം ശ്രേഷ്ഠം സർവബുദ്ധിമതാം വരം. അന്വാരുരോഹദാശാർഹം വിദുര സർവധർമ്മവിത്. എല്ലാ വിധത്തിലുള്ള ധർമ്മവും അറിയുന്ന വിദുരൻ എന്തു ചെയ്തു? ഈ വന്നവർക്ക് കൃഷ്ണൻ്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാനുള്ള അവസരമൊന്നും കൊടുത്തില്ല. കൃഷ്ണനെ അവിടെ സ്വതന്ത്രനാക്കി നിർത്തണം. ഒരാളുടെ കയ്യിലും പെടരുത്. അതുകൊണ്ട് വിദുരൻ എന്ത് ചെയ്തു? കണ്ണ് കൃഷ്ണമണിയെ ചെയ്യുന്നത് പോലെ അന്വാനുരോഹദാശാർഹം വിദുര സർവധർമ്മവിത്. അവർ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേരുണ്ടല്ലോ, ആ തേരിൽ കൃഷ്ണനെ സ്വയം പിടിച്ചങ്ങോട്ട് കയറ്റി. സർവപ്രാണഭൃതാം ശ്രേഷ്ഠം സർവബുദ്ധിമതാം വരം. കൃഷ്ണനെ വിശേഷിപ്പിക്കുന്നതിൽ വേദവ്യാസന് ഒരിക്കലും പിന്നിലല്ല. ആവശ്യവും അതിലധികവും പദങ്ങൾ കൊണ്ടങ്ങോട്ട് ചിത്രീകരിക്കും. സർവപ്രാണഭൃതാം ശ്രേഷ്ഠം. ഈ ലോകത്തിൽ പ്രാണൻ ധരിക്കുന്ന എത്രയെല്ലാം മനുഷ്യരുണ്ടോ അവരിൽ എല്ലാവരിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് കൃഷ്ണൻ. സർവബുദ്ധിമതാം വരം. തലേ ദിവസം രാത്രി പലതും വിദുരൻ സ്വയം പറഞ്ഞു നോക്കി. അങ്ങ് വരുന്നത് ശരിയല്ല, ഇത് ശരിയായ ഒരു തീരുമാനമല്ല, ശത്രുപക്ഷത്തിലേക്കാണ് പോകുന്നത്, എനിക്ക് വളരെ ആകാംക്ഷയുണ്ട്, ഇതിൽ ഒരു രുചിയോ താല്പര്യമോ എനിക്കില്ല എന്ന് പറഞ്ഞ് സ്വയം വിദ്വാനായി സംസാരിച്ചു. അതിന് കൃഷ്ണൻ പറഞ്ഞ മറുപടിയും കേട്ടു. അപ്പം വിദുരന് തന്നെ ബോധ്യായി സർവബുദ്ധിമതാം വരം. ബുദ്ധിമാന്മാരിൽ വെച്ച് അഗ്രേസരനാണ്, ശ്രേഷ്ഠനാണെന്ന്. മനോഹരമായ തേരിൽ കൃഷ്ണനെ കയറ്റി. നവമേഘപ്രതീകാശാം ജ്വലന്തീമിവ തേജസ മഹേന്ദ്രസദനപ്രഖ്യാം പ്രവിവേശ സഭാം തതഃ. ആ രഥത്തിൽ അങ്ങോട്ട് കയറി രണ്ടാളും കൂടി അങ്ങോട്ട് സഞ്ചരിച്ചു. അനുഗമിക്കേണ്ടവരൊക്കെ അനുഗമിച്ചു. നവമേഘപ്രതീകാശാം ജ്വലന്തീമിവ തേജസ മഹേന്ദ്രസദനപ്രഖ്യാം പ്രവിവേശ സഭാം തതഃ. ഒരു മഹാകാവ്യമാണ് മഹാഭാരതം. അതുകൊണ്ട് ആ മഹാഭാരതത്തിൽ മുഴുവനും നിങ്ങൾ വലിയ കാവ്യ ഭംഗിയും കാവ്യ ചാതുര്യവും ആ കാവ്യ മികവുമൊക്കെ കാണും. രാമായണവും മഹാഭാരതവും രണ്ടും മഹാകാവ്യങ്ങളാണ്. ഒരു വിശേഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും തപോനിധികളും മഹർഷിമാരും എഴുതിയിട്ടുള്ളതാണ്. സാധാരണ നല്ല നല്ല കവികളാണ് മഹാകാവ്യം എഴുതുക. ആ കവികൾ തപസ്വികളായിക്കൊള്ളണമെന്നില്ല, മഹർഷിമാരും ആയിക്കൊള്ളണമെന്നില്ല. ഒരു ഭാഗത്ത് വാൽമീകി മഹർഷി രാമായണം എഴുതി, മറുഭാഗത്തോ വ്യാസദേവൻ ചെറുപ്പകാലം മുതൽക്കേ തപസ്വിയാണ്. അച്ഛനമ്മമാരില്ലാതെ വളർന്ന ഒരു കുട്ടിയാണ്. ദ്വീപിലാണ് പെട്ടത്. എങ്ങനെയാണ് വളർന്നത് എന്നുള്ളത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടെങ്കിൽ അതുകൊണ്ട്. അങ്ങനെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ അമ്മ ഉപേക്ഷിച്ച് അച്ഛനും ഉപേക്ഷിച്ച് ആ ഈശ്വരൻ്റെ പരിരക്ഷണത്തിൽ മാത്രം ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു വളർന്ന, എന്താ പറയുക, നിസ്തുലനായിരിക്കുന്ന ഒരു തപസ്വിവര്യനാണ്. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ രണ്ട് ഇതിഹാസങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ കവികൾക്കുള്ള ആ കാവ്യ വൈഭവമുണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ കൂടും. അതുകൊണ്ട് മഹാഭാരതത്തിൽ നിങ്ങൾ എവിടെ നോക്കിയാലും കാണാം. ഇതിനു മുമ്പ് ഞാൻ പറയാഞ്ഞല്ലോ 8800 ഗ്രന്ഥികളോ എന്തോ ഉണ്ടെന്ന്. പകർത്തിക്കൊണ്ടിരുന്ന ഗണേശൻ ഗണപതിക്ക് ഇരുന്ന് ആലോചിക്കത്തക്ക വിധത്തിലാണ് ഓരോ കാര്യം പറയുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇവിടെ ഞാനും കുറച്ച് ആലോചിക്കേണ്ടി വന്നു. വ്യാസദേവൻ പറഞ്ഞു കൊടുക്കുകയാണല്ലോ, ചൊല്ലിക്കൊടുക്കുകയാണ് കാവ്യരൂപത്തിൽ. അത് ചൊല്ലിക്കൊടുക്കുമ്പോൾ അത് കേട്ട് പകർത്തണം. അപ്പോൾ പകർത്തുമ്പോൾ ഗണപതി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൽക്കാതെ പറഞ്ഞു തരണമെന്ന്. വ്യാസൻ കുടുങ്ങി. അപ്പോൾ കുടുങ്ങുമ്പോൾ ഒരു പ്രതികുടുക്കുണ്ടാക്കണമല്ലോ. അപ്പോൾ വ്യാസൻ പറഞ്ഞു, അതേ നിർത്താതെ പറഞ്ഞു തരാം, പക്ഷേ പറഞ്ഞു തന്നത് മനസ്സിലാക്കി വേണം എഴുതാൻ, മനസ്സിലാക്കാതെ എഴുതരുതെന്ന്. അവിടെയാണ് ആ കുടുക്കിട്ട് കൊടുത്തത്. അപ്പോൾ എന്ത് ചെയ്തു? ഗണപതിയെപ്പോലും ഇരുത്തി ചിന്തിക്കുന്ന ചില ശ്ലോകഗ്രന്ഥികൾ അങ്ങോട്ട് ഉണ്ടാക്കി പറയും. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് കുറേ ആലോചിക്കാനും ചിന്തിക്കാനും സമയം കിട്ടി. അപ്പോൾ പലയിടത്തും അങ്ങനെ കാണാം. ഒരു പക്ഷേ ഇതും അങ്ങനെ പെട്ടതാവും. 8800 ചില്ലാനും ഗ്രന്ഥികളുണ്ട് ഇതിൽ എന്നൊക്കെ പറയാറുണ്ടല്ലോ. വിദുരനും എല്ലാവരും കൂടി പോയി അവിടെ പ്രവേശിക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ രഥത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ മഹേന്ദ്രസദനപ്രഖ്യാം, ദേവനൊരു ഇന്ദ്രസദനുണ്ട്, ദേവേന്ദ്രസദനം, ഒരു സഭ.
അതുപോലെ അതിന് തുല്യമായിട്ടുള്ള സഭയിലേക്കാണ് കൃഷ്ണൻ പ്രവേശിക്കുന്നത്. അപ്പം ആ പ്രവേശിക്കുന്ന സമയത്ത് വലിയ ഒരു സഭയാണല്ലോ അത്. ഇന്ദ്രലോകത്ത് മാത്രമേ കാണുള്ളൂ, ഇന്ദ്രൻ്റെ രാജധാനിയിലേ കാണുള്ളൂ അവിടെ. അതിന് തുല്യമായിട്ടുള്ള ഒരു സഭയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പ്രവേശിക്കുന്ന ആൾക്കും അതിന് സമാനമോ അതിനെ കവച്ചു വയ്ക്കുന്നതോ ആയ ഒരു പ്രഭാവം വേണ്ടേ? അവിടെയാണ് ഈ കാവ്യരചനയുടെ മഹത്വങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ പലതും ഉണ്ട്. മഹാഭാരതം നമ്മെ ധർമ്മം പഠിപ്പിക്കണു. എങ്ങനെ പഠിപ്പിക്കണു? പല വിധത്തിലുള്ള തത്വകഥനങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. അതിന് പല ദൃശ്യങ്ങളുണ്ട്, പല വ്യക്തികളുണ്ട്, പല സംഭവങ്ങളുണ്ട്, സംഘട്ടനങ്ങളുണ്ട്, സംവാദങ്ങളുണ്ട്, പലതും വിവരിക്കണം. അപ്പോൾ ഇവിടെ മഹേന്ദ്രസദനപ്രഖ്യാം സഭാം പ്രവിവേശ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കൃഷ്ണൻ അങ്ങോട്ട് പ്രവേശിച്ചു. അപ്പോൾ വ്യാസൻ്റെ മനസ്സ് സമ്മതിക്കണില്ല, ഗണപതിയുടെ തൂലികയും മിണ്ടാതെ ഇരിക്കണില്ല. എങ്ങനെയാ കൃഷ്ണൻ പ്രവേശിച്ചത്? നവമേഘപ്രതീകാശാം ജ്വലന്തീമിവ തേജസ. കൃഷ്ണൻ്റെ നിറം എന്താ? ശ്യാമവർണം. അപ്പം മഴക്കാലത്ത് നല്ല ഇരുണ്ട മേഘങ്ങളാണ് വരിക. അതുമാതിരി ഇരുണ്ട മേഘങ്ങളാണ്. ആ ഇരുള് സ്വതവേ നല്ലതല്ല. എന്നാലോ മിന്നൽ പിണരോട് കൂടിയിട്ടുള്ള മേഘമാണെങ്കിലോ അപ്പം ആ മേഘത്തിൻ്റെ നിറമൊക്കെ പോയി മിന്നലായി എല്ലായിടത്തും. അപ്പോൾ സ്വതവേ മേഘവർണ്ണനായിരിക്കുന്ന കൃഷ്ണൻ മേഘം പോലെ അതേ സമയത്ത് നല്ല ഒരു ഇടി അങ്ങോട്ട് വെട്ടി, അല്ലെങ്കിൽ മിന്നൽ പിണര്. അത് അടുത്ത് വെട്ടുമ്പോഴാണ് നമുക്ക് ഉപദ്രവം. കുറേ ദൂരത്താണ് ഇടിയെന്നുണ്ടെങ്കിലോ മിന്നൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം കറുത്ത മേഘം ആ കൃഷ്ണൻ, അതിൽ മിന്നൽ പിണര് വന്നാൽ എന്തായിരിക്കും ആ ശോഭ? അങ്ങേയറ്റത്തെ ശോഭയാണ്. അതുപോലെ മിന്നൽ പിണരിൽ പൊതിഞ്ഞ മേഘത്തെ പോലെയാണ് ഈ ഇന്ദ്രസദനത്തിന് തുല്യമായിരിക്കുന്ന സഭയിൽ പ്രവേശിച്ചത് എന്ന്. എന്താ ഈ കാവ്യം? ആലോചിച്ച് നോക്കൂ, നിങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എങ്ങനെയുണ്ടെന്ന്. നവമേഘപ്രതീകാശാം ജ്വലന്തീമിവ തേജസ മഹേന്ദ്രസദനപ്രഖ്യാം പ്രവിവേശ സഭാം തഥാ. ആ ഒരു സഭയിലേക്ക് കടന്നു പോകുമ്പോൾ അതിന് അർഹതയുള്ളവരും യോഗ്യതയുള്ളവരും വേണം അവിടെ പോകാൻ. ഇപ്പോൾ കൃഷ്ണൻ ആദ്യമായിട്ട് ഒരു പക്ഷേ ചെല്ലുന്നതാകാം അവിടെ. ചെന്നിട്ട് ആ സഭയിലാണ് ഈ ദൗത്യം, ഈ സന്ദേശം നൽകാൻ പോകുന്നത്. അവിടെ തന്നെയാണല്ലോ പോകുന്നത് കൃഷ്ണൻ. പോകുന്നത്, പ്രവേശിക്കുന്നത് എവിടെയാ? വലിയ പ്രൗഢി ഒരു സഭയുണ്ട്, പ്രൗഢിയുള്ളത്. ഇന്ദ്രസദനത്തിന് സമമായിട്ടുള്ള ഒരു സഭയിലാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ പ്രവേശിക്കുന്ന ആൾക്ക് അതിനുള്ള യോഗ്യത വേണം. അവിടെ പോയി പറയാൻ പോകുന്നതോ ഈ ലോകത്തിനെ മുഴുവൻ ബാധിക്കുന്ന വിശേഷപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇതെല്ലാം യോജിക്കുന്നത് പാരസ്പര്യമുള്ളതായിരിക്കണം. അപ്പോൾ അവിടെ കവി പറയുകയാണ് എന്താ? അവിടെ ഒരു മിന്നൽ പിണറിൽ പൊതിഞ്ഞു നിൽക്കുന്ന മേഘം പോലെയാണ് കൃഷ്ണൻ അതിതേജസ്വിയായിട്ടാണ് അവിടെ ചെന്നിട്ട് അവിടെ തനിയെ സംസാരിക്കാൻ പോവുക. അവിടെ പോകുന്ന സമയത്ത് ഒരു വിധത്തിലുള്ള തൊന്തരവും ഉണ്ടാവരുത്. അപ്പം എങ്ങനെ പോയി എന്നാണ് പറയണത്? ആ സഭയ്ക്ക് അനുസരിച്ച് അതിന് സമാനമോ അതിനെ കവച്ചു വയ്ക്കുന്നതോ ആയ ഒരു യോഗ്യതയും തൻ്റെ ഇടവുമൊക്കെ ഉള്ള ആൾ വേണം പോവാൻ. അപ്പോൾ പുറമേ കാണുന്നതാണ് ഈ പ്രകാശം. ആ പ്രകാശം കൂടാതെ ഇനി ഉള്ളിൽ മനസ്സും ബുദ്ധിയുമാണല്ലോ ഈ വായ കൊണ്ട് സംസാരിക്കാൻ പോണത്. അതിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് കവിക്ക് നല്ല പോലെ പറയണമെന്നുണ്ട് മഹർഷിക്ക്. അദ്ദേഹം പറയാണ്, പാണൗ ഗൃഹീത്വാ വിദുരം സാത്യകിം ച മഹായശാഹ. ഞാൻ കുറേ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, ആരെങ്കിലും ഒരാൾ നടന്നു പോകുമ്പോൾ രണ്ടാളുടെ കൈ പിടിച്ചു പോവോ? അതെങ്ങനെയാത്? സാധാരണ നടക്കുമ്പോൾ എവിടെ നല്ല മാന്യം നടക്കുമ്പോഴും കൈ വീശിയേ നടക്കുള്ളൂ. ഇവിടെ കൃഷ്ണൻ ചെയ്തത് എങ്ങനെയാ? പാണൗ ഗൃഹീത്വാ വിദുരം സാത്യകിം ച മഹായശാഹ. അമിത തേജസ്വിയാണ് കൃഷ്ണൻ, അതിബുദ്ധിമാനാണ്. അപ്പോൾ തൻ്റെ തേജസ് ഒരു ഭാഗത്ത് വിവരിച്ചു. മിന്നൽ കംപ്ലീറ്റ് ആയിട്ട് മേഘത്തിനെ പൊതിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? പൂർണ്ണമായി പൊതിഞ്ഞാൽ അതുപോലെയുള്ള തേജസ്. അപ്പോൾ ദേവേന്ദ്ര സദനത്ത് തുല്യമായിരിക്കുന്ന സദസ്സ് പോലും അവിടെ മങ്ങി കൃഷ്ണപ്രകാശത്തിൽ. ഇനി ആ കൃഷ്ണൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയും അതിലുള്ള മുൻകരുതലും നോക്കിക്കോളൂ. രണ്ട് കൈയുണ്ട്. സാധാരണ ഒരാൾ നടക്കുമ്പോൾ ഒരു വ്യക്തിയിൽ സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്നത് രണ്ട് കൈയാണ്. ആ കൈ വാസ്തവത്തിൽ ആർക്ക് വേണമെങ്കിൽ ഒന്ന് പിടിക്കാം. ഇപ്പോൾ ഒരു വിശേഷപ്പെട്ട ഒരു അതിഥി വന്നു. ആ അതിഥി വരുമ്പോൾ കൈ പിടിച്ചിങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ ഒരാൾ പുറപ്പെട്ടാൽ നമുക്ക് പിടിക്കരുത് എന്ന് പറയാൻ പറ്റുമോ? ഇപ്പം അവിടെ പോകുന്ന സ്ഥലം എങ്ങനെയാണ്? ദുര്യോധന പക്ഷത്തിലേക്കാണ്. ആ പോകുന്ന സമയത്ത് കൃഷ്ണൻ്റെ കൈയെങ്ങാനും സ്വാഗതവും ആ സ്നേഹം കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വന്ന് പിടിച്ചു എന്നുണ്ടെങ്കിൽ കൃഷ്ണൻ എന്ത് ചെയ്യും? കൃഷ്ണൻ അത് കൊടുക്കരുത് എന്നുണ്ട്. അത് പറ്റില്ല എന്ന്. ആ കൈ ഒരാൾ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ ഇണങ്ങി നിന്നാൽ അപ്പോൾ മനസ്സും അതുപോലെ ഒരു ഇണക്കാവും.
അവിടെ നമ്മൾ പോകുന്നത് സ്വതന്ത്രമായി നിന്ന് സംസാരിക്കാനാണ്. അപ്പം 2 കൈ ഫ്രീ ആയിട്ട് വിടാതെ ഒരു കൈ കൊണ്ട് വിതുരനെയും ഒരു കൈ കൊണ്ട് സാത്വികയെയും പിടിച്ചുകൊണ്ടാണത്രേ അങ്ങോട്ട് കയറിയത്. നടക്കാൻ കുറച്ചൊരു അസ്വാതന്ത്ര്യമുണ്ടെങ്കിലും. പാണൗ ഗൃഹീത്വാ വിതുരം സാത്വികം ച മഹായശാഹ. ഇന്നലെ മുതൽക്ക് ഞാനിത് ആലോചിക്കുകയായിരുന്നു. ഈ കൃഷ്ണൻ ഈ 2 ആളുടെ കൈ പിടിച്ച് ഇങ്ങനെ പോയത് എങ്ങനെയാപ്പം അത്? അതിൻ്റെ ഒരു ആവശ്യം എന്താ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അർത്ഥം എങ്ങനെ ഞാൻ ആലോചിക്കുകയായിരുന്നു. അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കൈ ദുര്യോധനാ വന്ന് പിടിച്ച, അല്ലെങ്കിൽ ശകുനാണ് വരൂ പയ്യ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറ്റില്ല. കൈ വീശി സ്വന്തമായിട്ട് കിടക്കണതാ. അപ്പം നമുക്ക് കൊതറാനൊന്നും പറ്റില്ല. അപ്പം അതൊരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്കാണെന്ന് തോന്നും. പാണൗ ഗൃഹീത്വാ വിതുരം സാത്യകിം ച മഹായശാഹ. ഇനി നിങ്ങൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ പാട്ടിൽ വന്നോളാം. എൻ്റെ ഒരു കയ്യ് സാത്വികയുടെ അടുത്താണ്, ഇനി ഒന്നോ വിതുരൻ്റെ അടുത്തും. വിതുരൻ നിങ്ങളുടെ പക്ഷക്കാരനാണ്, സാത്വികയും നിങ്ങളുടെ പക്ഷക്കാരനാണെന്നാ വെപ്പ്. അവർ 2 ആളുടെയും കൈ പിടിച്ചു. ഇനി ഞാൻ നിങ്ങൾക്ക് സ്വാഗതത്തിന് സന്ദർഭം തന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആരെയും കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ അസിസ്റ്റന്റുമാരുടെ കൈയല്ല പിടിക്കുന്നത്. ജ്യോതിംഷ്യാദിത്യവദ്രാജൻ കുരൂൻ പ്രാച്ഛാദയൻ ശ്രിയാ. ജ്യോതിംഷി ആദിത്യവദ്രാജൻ കുരൂൻ പ്രാച്ഛാദയൻ ശ്രിയാ. രാത്രികാലത്ത് മുകളിലേക്ക് നോക്കിയാൽ എത്ര നക്ഷത്രങ്ങളാണ് മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുക ചന്ദ്രൻ്റെ കൂടെ. എന്നാൽ പകല് സൂര്യനങ്ങോട്ട് ഉദിച്ചാൽ ഈ നക്ഷത്രവും ഇല്ല, ചന്ദ്രനും ഇല്ല, ഒന്നിനുമില്ല പ്രകാശം. അതേമാതിരി എന്ത് ചെയ്തു? രാജൻ കുരൂൻ പ്രാച്ഛാദയൻ ശ്രിയാ. ആ ശ്രീകൃഷ്ണനിൽ സ്വയം മിന്നി പ്രകാശിക്കുന്ന പ്രകാശമുണ്ടല്ലോ, ആ തേജസ്. സാത്വികയും വിതുരനുമാണ്. അവർ 2 പേരുടെയും കൈ പിടിച്ച് ആ സഭയിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ സൂര്യൻ നക്ഷത്രങ്ങളുടെ ശോഭയെ മുഴുവൻ മങ്ങിക്കുന്നത് പോലെ കുരുക്കന്മാരുടെ മുഴുവനും മുഖം വിളറി. ഒരാൾക്കും ഇല്ല ഒരു ശോഭയോ ഒരു തേജസ്സോ ഒരു ആകർഷകത്വമോ. എല്ലാം മങ്ങിവശായി, ഗ്രഹണം പിടിച്ച പോലെയായി എന്നാ പറയണത്. പാണൗ ഗൃഹീത്വാ വിതുരം സാത്വികം ച മഹായശാഹ. ജ്യോതിംഷ്യാദിത്യവദ്രാജൻ കുരൂൻ പ്രാച്ഛാദയൻ ശ്രിയാ. അഗ്രതോ വാസുദേവസ്യ കർണദുര്യോധനാവുഭൗ വൃഷ്ണയഃ കൃതവർമാ ച അഭ്യാസൻ കൃഷ്ണസ്യ പൃഷ്ഠതഃ. പിന്നെ എന്താ വഴി? മുമ്പിലും പിമ്പിലും ചിലർക്ക് നടക്കാം. വലത്തുഭാഗത്തും ഇടക്കത്ത് ഭാഗത്തും താക്കോലിട്ട് പൂട്ടിക്കഴിഞ്ഞു. സാത്വികയാണ്, വിതുരനാണ്. അപ്പം മുമ്പിൽ ആരാ നടന്നത്? അഗ്രതോ വാസുദേവസ്യ കർണദുര്യോധനാവുഭൗ. കർണനും ദുര്യോധനുണ്ട് മുൻപിൽ. വൃഷ്ണയഃ കൃതവർമാ ച അഭ്യാസൻ കൃഷ്ണസ്യ പൃഷ്ഠതഃ. പിന്നിലാകട്ടെ കൃതവർമാവും വൃഷ്ണികളുമുണ്ട്. ഈ 4 ഭാഗത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറയണത്. അങ്ങനെയാണ് ഈ കൃഷ്ണൻ അവിടെ പ്രവേശിച്ചത്. ബുദ്ധിയുള്ളവർക്ക്, ആലോചിക്കുന്നവർക്ക്, ആസ്വദിക്കുന്നവർക്ക്, രമണീയത, സൗന്ദര്യം, അഴക് എന്ന് പറയുന്നത് എന്താണെന്ന് ചിന്തിച്ച് അങ്ങനെ മകിഴുന്നവർക്ക് എന്തുമാത്രം വിഭവങ്ങളാണ് ഈ വർണ്ണനയിൽ, വിവരണങ്ങളിൽ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അഗ്രതോ വാസുദേവസ്യ കർണദുര്യോധനാവുഭൗ വൃഷ്ണയഃ കൃതവർമാ ച അപി ആസൻ കൃഷ്ണസ്യ പൃഷ്ഠതഃ. അഭ്യാഗച്ഛതി ദാശാർഹേ പ്രജ്ഞാചക്ഷുർ നരേശ്വരഃ സഹൈവ ദ്രോണഭീഷ്മാഭ്യാം ഉദധിഷ്ഠൻ മഹായശാഃ. കൃഷ്ണന്റെ ഈ വരവ് അങ്ങോട്ട് കണ്ടപ്പോൾ അഭ്യാഗച്ഛതി ദാശാർഹേ. ദാശാർഹൻ സഭയിലേക്ക് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രജ്ഞാചക്ഷുർ നരേശ്വരഃ. ധൃതരാഷ്ട്രനെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. നരേശ്വരൻ, നരന്മാർക്ക് ഈശ്വരനായിട്ടുള്ളവൻ, മഹാരാജാവ്. പ്രജ്ഞാചക്ഷുഹു. കേട്ടോ നിങ്ങൾ? കുരുടൻ, കണ്ണുപൊട്ടൻ എന്നല്ല പറഞ്ഞത്, പ്രജ്ഞാചക്ഷുഹു എന്നാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പം പിന്നെ കാണാനുള്ളത് എന്താ? ഉള്ളിലുള്ള പ്രജ്ഞയാണ്, ഉള്ളിലുള്ള ആ കോൺഷ്യസ്നെസ്സാണ്. നമ്മുടെ ബുദ്ധി, മനസ്സെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങളൊക്കെ വിചാരിക്കും കാണാൻ കണ്ണ്, അതുകൊണ്ട് കണ്ണാണ് കേമെന്ന്. അല്ല, കണ്ണിനെ കാണിക്കുന്ന ഒരു കണ്ണുണ്ട് ഉള്ളിൽ, മനസ്സ്. അതാണ് ശരിയായിട്ടുള്ള കണ്ണ്. ആ മനസ്സിന് പ്രഭാവം നൽകുന്നതാണ് ബുദ്ധി. ബുദ്ധിക്കും കൂടി പ്രഭാവം നൽകുന്നതാണ് അന്തരാത്മാവ്. അപ്പം എല്ലാറ്റിലും വെച്ച് ദ്രഷ്ടാവും കണ്ണുമായിരിക്കുന്നത് നമ്മുടെ പ്രജ്ഞയാണ്. ആ പ്രജ്ഞ നേത്രമായിട്ടുള്ളവൻ, പ്രജ്ഞാചക്ഷുസായ നരേശ്വരൻ, പ്രജ്ഞക്കണ്ണൻ. സഹൈവ ദ്രോണഭീഷ്മാഭ്യാം. ഒരു ഭാഗത്ത് ദ്രോണൻ, ഒരു ഭാഗത്ത് ഭീഷ്മൻ. അവർ 2 പേരോടും കൂടി ധൃതരാഷ്ട്ര മഹാരാജാവ് ഉദധിഷ്ഠൻ മഹായശാഃ. എല്ലാവരും എണീറ്റ് അങ്ങോട്ട് നിന്നു കൃഷ്ണൻ ചെന്നപ്പോൾ.
കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ സംസ്കാര നിർഭരമായിരിക്കുന്ന ചിത്രീകരണമാണിത്. ഒരാൾ വന്നു, കൃഷ്ണൻ അങ്ങോട്ട് പോയി ദാ സംസാരിച്ചു, ടേപ്പ് റെക്കോർഡൊന്ന് വരുന്ന മാതിരി എന്നല്ല അവിടെ പറയുന്നത്. തലേ ദിവസം വിതുരൻ്റെ അടുത്ത് താമസിച്ചു. തൻ്റെ യാത്രയെപ്പറ്റിയും തൻ്റെ ദൗത്യത്തെപ്പറ്റിയും സുദീർഘമായ രാത്രി മുഴുവനും നീണ്ടുനിന്ന സംഭാഷണം കഴിഞ്ഞു. വെളുപ്പാങ്കാലത്ത് എണീറ്റ് സന്ധ്യാവന്ദനാദികൾ കഴിച്ച് മുഴുവനാകുന്നതിന് മുൻപ് തന്നെ ദുര്യോധനും ശകുനിയും കൂടി ചെന്നു. ഉടനെ ഇനി വൈകിക്കരുത് എന്ന് പറഞ്ഞ് വിതുരനും സാത്വികിയും എല്ലാവരും കൂടി തേരിൽ കയറ്റി കൊണ്ടുപോയി അങ്ങോട്ട് ഇറങ്ങി. ഇറങ്ങുന്ന സമയത്ത് ആ കൃഷ്ണഗാത്രത്തിൽ നിന്ന് നിർഗളിച്ച മിന്നൽ പിണര് പോലെയുള്ള ശോഭ ആ ഇന്ദ്രസദന സമമായ സഭാഗൃഹത്തെ പോലും ഗ്രഹണം പിടിച്ചതുമാതിരി അങ്ങോട്ട് മങ്ങി മുക്കി. എന്നിട്ട് ഒരാൾക്കും ഒരവസരവും കൊടുക്കാതെ ഒരു ഭാഗത്ത് സാത്വികിയും ഒരു ഭാഗത്ത് വിതുരനുമായി അങ്ങോട്ട് നടന്ന് അവിടെ ചെന്നു. ചെന്നപ്പോൾ വർത്തമാനമറിഞ്ഞ് ഇതാ ശാന്തി സന്ദേശവാഹകൻ ശാന്തിദൂതൻ വന്നിരിക്കണു, സന്ധിദൂതൻ എന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ചു പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി മഹാരാജാവും ഭീഷ്മരും ദ്രോണരും എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ആസനം സർവതോ ഭദ്രം ജാംബൂനദ പരിഷ്കൃതം കൃഷ്ണാർത്ഥേ കൽപ്പിതം തത്ര ധൃതരാഷ്ട്രസ്യ ശാസനാത്. ഇപ്പോഴും നല്ല എപ്പോഴും തന്നെ ധൃതരാഷ്ട്രനാണ് അവിടെ മഹാരാജാവ്. അദ്ദേഹം പ്രത്യേകിച്ചും ശാസിച്ചിരുന്നു. എന്ത്? കൃഷ്ണന് അദ്ദേഹത്തിൻ്റെ യോഗ്യതയോട് പൊരുത്തപ്പെടുന്നത് സമഞ്ജസമായിരിക്കുന്ന സ്വീകരണം എല്ലാ തുറയിലും ഒരുക്കണം. അപ്പം അദ്ദേഹത്തിന് പറ്റിയ ആസനം എന്താ? ആസനം സർവതോഭദ്രം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ മഹർഷിമാർ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഭദ്രാസനം എന്നൊരാസനം യോഗാസനത്തിൻ്റെ മധ്യത്തിലുണ്ട്. ഇത് സർവതോഭദ്രം എന്ന എല്ലാവിധത്തിലും ഭദ്രത ഉറപ്പിക്കുന്നതാണ് ഈ ആസനത്തിൽ ഇരുന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനും. അങ്ങനെ സർവതോഭദ്രം എന്നുള്ള ജാംബൂനദ പരിഷ്കൃതം, അതിൽ സർവ്വതും സ്വർണ്ണാണ്, സ്വർണ്ണനിർമ്മിതമാണ്. സർവതോഭദ്രം എന്നാണ് പേര്. അങ്ങനെ അലങ്കരിച്ചിരിക്കുന്ന ആസനത്തിൽ കൃഷ്ണാർത്ഥേ കൽപ്പിതം തത്ര ധൃതരാഷ്ട്രസ്യ ശാസനാത്. ധൃതരാഷ്ട്ര മഹാരാജാവ് പ്രത്യേകം നിർബന്ധിച്ച് ആജ്ഞ കൊടുത്ത് അതിനനുസരിച്ച് ഒരുക്കിയിട്ടുള്ളതായ ഈ സർവതോഭദ്രം എന്ന് പറഞ്ഞ സുവർണ ആസനത്തിൽ കൃഷ്ണൻ അവിടെ ഇരുന്നു. തത്ര കേശവമാനർച്ചുഹു സമ്യക് അഭ്യാഗതം സഭാം രാജാനഃ പാർത്ഥിവാ സർവേ കുരവശ്ച ജനാർദ്ദനം തത്ര കേശവം ആനർച്ചുഹു. അവിടെ എല്ലാവരും കൃഷ്ണനെ അർച്ചിച്ചു അത്രേ. സമ്യക് അഭ്യാഗതം സഭാം. അവർക്ക് എല്ലാവർക്കും തോന്നി നമ്മുടെ ഈ സദനത്തിൽ, ഇന്ദ്ര സദനത്തിന് തുല്യമായിരിക്കുന്ന ഈ സഭയിൽ കൃഷ്ണൻ പ്രവേശിച്ചു വന്ന ആ രീതി, അദ്ദേഹത്തിലുള്ള തേജസ്, അദ്ദേഹം ബാക്കി എന്തെല്ലാം തരത്തിൽ ചിഹ്നങ്ങളോ ലക്ഷണങ്ങളോ സൂചനകളോ നൽകുന്നുണ്ടോ അത് മുഴുവനും വളരെ യോഗ്യതയോടുകൂടി ഭംഗിയായിട്ട് വരുന്നതാ. ബലേഭേഷ് എന്ന് പറഞ്ഞ് തലകുലിക്ക് സമ്മതിക്കാവുന്ന തരത്തിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്ന് ആ കൃഷ്ണനെ രാജാനഃ പാർത്ഥിവാഹ സർവേ, അവിടെയുള്ള രാജാക്കന്മാരും പാർത്ഥിവന്മാരും എല്ലാവരും, കുരവശ്ച കൗരവന്മാരും എല്ലാവരും, ജനാർദ്ദനം ആനർച്ചുഹു, ജനാർദ്ദനെ വേണ്ടതുപോലെ അർച്ചിച്ചു. അപ്പോൾ എല്ലാവരും ആദരവോടുകൂടി എഴുന്നേറ്റ് നിന്നു. എല്ലാവരും അവരവർക്ക് പറയാനുള്ള സ്തുതിവാക്യങ്ങളും ആരാധനാവാക്യങ്ങളും അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും എല്ലാം തന്നെ വേണ്ടത്ര ചൊരിഞ്ഞു. അഭ്യഭാഷത ദാശാർഹോ ഭീഷ്മം ശാന്തനവം ശനൈഃ പാർത്ഥിവീം സമിതിം ദ്രഷ്ടും ഋഷയോ അഭ്യാഗതാ നൃപാ. അവരുടെ ആദരവും സത്കാരവും എല്ലാം കഴിയേണ്ട താമസം അതുവരെ അവരുടെ സംസാരമായിരുന്നു. അതിൽ ഇടയിൽ കിടന്ന് പറയാൻ പറ്റില്ലല്ലോ. അതങ്ങോട്ട് അവസാനിച്ചപ്പോൾ അഭ്യഭാഷത ദാശാർഹ, ദാശാർഹൻ കൃഷ്ണൻ അവരോട് പറഞ്ഞു അത്രേ. ആരോടാ പറഞ്ഞേ? ഭീഷ്മം ശാന്തനവം ശനൈഃ. പതുക്കെ ശന്തനുപുത്രനായിരിക്കുന്ന ഭീഷ്മൻ, ആ ഭീഷ്മനോട് കൃഷ്ണൻ പറഞ്ഞു അത്രേ. പാർത്ഥിവീം സമിതിം ദ്രഷ്ടും ഋഷയോ അഭ്യാഗത നൃപ. പാർത്ഥിവീം സമിതിം ദ്രഷ്ടും എന്താ പറഞ്ഞത്? ഇത്രയധികം രാജാക്കന്മാർ ഈ സമയത്ത് ഇവിടെ സമ്മേളിച്ചിട്ടുണ്ടല്ലോ. ആ രാജസഭ, രാജാസമ്മേളനം, ചക്രവർത്തിമാരുടെ സമ്മേളനം, അവരെല്ലാവരും കൂടിയിട്ടുള്ള ഈ സമിതി കാണാനായിട്ട് ഋഷയ അഭ്യാഗത നൃപ, മഹർഷിമാർ തന്നെ എഴുന്നള്ളിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ത്?
അതേ, ഞാൻ വന്നിട്ടുണ്ടല്ലോ ദൂത് പറയാൻ. ആ ദൂത് പറയാൻ വന്ന എൻ്റെ വരവും എൻ്റെ സംഭാഷണവും കേൾക്കാനായി മഹർഷിമാരെല്ലാവരും ഒത്തുകൂടി വന്നിട്ടുണ്ട് എന്നല്ല പറഞ്ഞ്. ഇത്രയധികം രാജാക്കന്മാർ ദുര്യോധനെ ചൊല്ലി, ധൃതരാഷ്ട്ര മഹാരാജാവിനെ ചൊല്ലി ഹസ്തിനപുരത്തിൽ എന്തോ പ്രധാനപ്പെട്ട സംഭവം നടക്കാൻ പോണു, ദൗത്യം നടക്കാൻ പോണു എന്ന് മനസ്സിലാക്കി ഇത്രയധികം മഹാരാജാക്കന്മാർ ഒത്തുകൂടിയിട്ടുണ്ടല്ലോ. ആ കാഴ്ച കാണാനും അവിടെ നടക്കുന്നത് ദർശിക്കാനും കൂടി അവരെല്ലാവരും വന്നിരിക്കണു. അഭ്യഭാഷതദാശാർഹോ ഭീഷ്മം ശാന്തനവം ശനൈഃ പാർത്ഥിവീം സമിതിം ദ്രഷ്ടും ഋഷയോ അഭ്യാഗത നൃപ. അത് പറഞ്ഞത് ഭീഷ്മനോടാ. എന്താ ഈ ഭീഷ്മനോട് പറഞ്ഞേ? അദ്ദേഹത്തിനോട് പറഞ്ഞാലേ അത് യോജിക്കൂ. ഇവിടെ വേറെ ആരാ നമുക്ക് പറയാൻ പറ്റിയവര്? അപ്പോൾ കൃഷ്ണന് പറയാൻ പറ്റിയ ഒരാളായിട്ട് ഭീഷ്മനെയാണ് തോന്നിയത്. അദ്ദേഹമാണല്ലോ ഹസ്തിനപുരം രാജധാനിയിലെ ഏറ്റവും അധികം പ്രായമൂപ്പുള്ള ആള്. മാത്രം അല്ല, ഹസ്തിനപുരം രാജധാനിയെയും സിംഹാസനത്തെയും എപ്പോഴും ഞാൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു പിതാമഹനുമാണ് അദ്ദേഹം. നിമന്ത്ര്യതാം ആസനൈശ്ച സത്കാരേണ ച ഭൂയസ നൈതേഷു അനുപവിഷ്ടേഷു ശക്യം കേനചിദാസിതും. നിമന്ത്ര്യതാം ആസനൈശ്ച സത്കാരേണ ച ഭൂയസ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ പ്രേക്ഷകരെ? ആ മര്യാദ, പെരുമാറ്റ സൗഷ്ഠവം എന്ന് പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ പഠിച്ചോളൂ. ഇതൊക്കെ നമുക്ക് കുട്ടികളോട് പറയാൻ പറ്റണം. ഒരു ദിക്കിൽ ചെന്നാൽ എപ്പോൾ ഇരിക്കണം, അവിടെ ആരൊക്കെ ഉണ്ട്, നമ്മളങ്ങോട്ട് ചെന്നു ഓടിച്ചെന്നങ്ങോട്ട് ഇരിക്കുക. കൂടെയുള്ളവർ പലരും ഉണ്ടെങ്കിലോ, അത് പ്രത്യേകിച്ചും മഹർഷിമാർ. രാജാക്കന്മാർക്ക് ബഹുമാനിക്കാനുള്ളവർ ആരാ ഈ ലോകത്തിൽ? മഹർഷിമാരാ. ബാക്കിയുള്ളവരൊക്കെ രാജാവിനെ ബഹുമാനിക്കുന്നവരാണ്. രാജാവും ചക്രവർത്തിയും ബഹുമാനിക്കുന്നത് ആരെയാ? മഹർഷിമാരെ, തപസ്വികളെ. യദുചക്രവർത്തി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരവധൂതനെ കണ്ടു. ചെറുപ്പക്കാരൻ, ഒരു 35 വയസ്സ് പ്രായം, തന്നേക്കാൾ ചെറുപ്പം. അദ്ദേഹത്തിൻ്റെ ആകൃതിയും ശരീരവും തേജസ്സും എല്ലാം കൂടി കണ്ടപ്പോൾ യദുചക്രവർത്തിക്ക് തോന്നി ഇത് ഉപായപ്പെട്ട ആളല്ലാന്ന്. ഉടനെ രഥത്തിൽ നിന്നാ ഇറങ്ങി ദണ്ഡ നമസ്കാരം, ഉണങ്ങിയ വടി പോലെയാണ് നമസ്കരിച്ചത്. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് അങ്ങയുടെ ഈ തേജസ്സിനും ഈ നിസ്സംഗതയ്ക്കും കാരണം എന്താ എന്നൊന്ന് പറഞ്ഞു തരൂ. വലിയ കൊമ്പനാന, കഠിന വെയിലിൽ തണുത്ത ഗംഗാജലം ഒഴുകുന്ന ആ ഗംഗാജലമുണ്ടല്ലോ, അതിലിറങ്ങി അങ്ങനെ കിടക്കുന്ന മാതിരിയാണ് അങ്ങ് ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നത്. ഇത് ആർക്ക് സാധിക്കും ഈ ചെറുപ്പത്തിൽ? അപ്പം അങ്ങയുടെ ഉള്ളിലുള്ള വൈഭവം എന്താ, ആ ജ്ഞാനമൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് കുറേ നേരം അവർ തമ്മിൽ സംവാദം നടന്നു. ഇതാണ് നമ്മുടെ സംസ്കാരം. അപ്പം കൃഷ്ണൻ പറയാണ്, നിമന്ത്ര്യതാം ആസനൈശ്ച സത്കാരേണ ച ഭൂയസ. ദാ മഹർഷിമാർ സ്വയം എഴുന്നള്ളിയിരിക്കണു അങ്ങയുടെ ഈ രാജസഭ കാണാൻ വേണ്ടി. ഇത്രയധികം രാജാക്കന്മാരുടെ സാന്നിധ്യമുണ്ട്, അത് നേരിൽ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് ഉചിതമായിരിക്കുന്ന ആസനങ്ങൾ എല്ലാവർക്കും നൽകി അവരെ സത്കരിച്ച് പൂജിച്ചതിന് ശേഷമേ ബാക്കി ആർക്കും ഇരിക്കാൻ പാടുള്ളൂ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നൈതേഷു അനുപവിഷ്ടേഷു. അവർ എത്രത്തോളം കാലം ഇരിക്കുന്നില്ലയോ, എത്രത്തോളം നേരം, ശക്യം കേനചിദാസിതും, വേറെ ഒരൊറ്റ ആൾക്കും ഇരിക്കാൻ പാടില്ല. അവർ ക്ഷണിച്ചു വന്നു ക്ഷണിക്കാതെ വന്നു എന്നുള്ള ചോദ്യമില്ല. മഹർഷിമാർ വരുന്നത് തന്നെ അനുഗ്രഹകരമാണ്. അവരെപ്പോൾ വന്നാലും കൊള്ളാം. ഒരു സമയത്ത് വന്നു, നിങ്ങൾ കാലത്ത് നേരത്തെ എത്തി, നിങ്ങൾ പല്ല് തേച്ചിട്ടും കൂടിയില്ല എന്ന് പറഞ്ഞിട്ട് അയ്യേ ഞാൻ പല്ല് തേച്ചിട്ടില്ല അതുകൊണ്ട് ഇത്തിരി കഴിഞ്ഞ് വരുമെന്നൊന്നും പറയരുത്. അവരെപ്പോൾ വന്നാലും അനുഗ്രഹമാണ്. ഞാൻ പല്ല് തേച്ചിട്ടില്ല വേഗം പോവാം അങ്ങേ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് പോയി പല്ല് തേച്ചിട്ട് വരാൻ. വന്ന സമയം പറ്റിയില്ല മടങ്ങിപ്പോകുന്നൊന്നും പറയാൻ പാടില്ല. അപ്പം നൈതേഷു അനുപവിഷ്ടേഷു, അവരെ എല്ലാവരെയും വേണ്ടതുപോലെ യഥാസ്ഥാനം ഇരുത്തിക്കഴിഞ്ഞല്ലാതെ ശക്യം കേനചിദാസിതും എന്ന് ഭീഷ്മനോട് പറഞ്ഞു അത്രേ. ഇവരാരാ? കൃഷ്ണൻ പുറപ്പെട്ടുവല്ലോ. ആ പുറപ്പെട്ട് കുറച്ച് ദൂരം പോകുമ്പോഴേക്കും രഥത്തിൻ്റെ മുൻപിൽ കണ്ടു കുറേ മഹർഷിമാരൊരു പറ്റം വന്നിരിക്കുന്നു. രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി അവരെ നമസ്കരിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ ഭൂതലത്തിൽ വന്നിന് എന്തിനാണാവുക? അപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾ വന്നത് അങ്ങയെ കാണാനാ. ഇവിടെ മാത്രമല്ല, ഞങ്ങളിതാ ഹസ്തിനാപുരത്തിൽ വരണു, അവിടെ സദസ്സ് നടക്കാൻ പോണു, കൃഷ്ണൻ സംസാരിക്കാൻ പോണു, പാണ്ഡവന്മാരുടെ ധർമ്മദൗത്യമാണ് നിർവഹിക്കാൻ പോണത്. ഇത് ഒരു പാണ്ഡവനോ പറഞ്ഞയച്ചതോ ഒരു കൃഷ്ണനോ അല്ല. നമ്മുടെ ഭാരതഭൂമിയിൽ നിലനിൽക്കാൻ പോകുന്ന ധർമ്മത്തിൻ്റെ പരിരക്ഷണമാണ് ഇവിടെ നിർണയിക്കാൻ പോകുന്നത്. ധർമ്മത്തിന് ശക്തിയുണ്ടോ? അത് സ്വയം രക്ഷിക്കുമോ? ധർമ്മിഷ്ഠരെ രക്ഷിക്കാൻ അതിന് ശക്തിയുണ്ടോ?
ആ ശക്തി ആന്തരമോ ബാഹ്യമോ? ബാഹ്യമാണല്ലോ ധർമ്മപരീക്ഷ, ആക്രമണങ്ങൾ മുഴുവൻ. ഇപ്പം ദ്രൗപദിയെ പിടിച്ചു വലിച്ചു കൈകൊണ്ട്, തലമുടിയിൽ പിടിച്ചു വലിച്ചു ദുശാസനൻ. ദ്രൗപദിയേക്കാൾ ദേഹബലം കൂടിയിട്ടുള്ള ഒരാൾ. ആ സമയത്ത് ദ്രൗപദിയുടെ മാനം രക്ഷിക്കാൻ അവിടെ ആരുണ്ടായിരുന്നു? ഒരാളുമില്ല. ആ ദ്രൗപദി പിടിച്ചു പറ്റിയ ആ ധർമ്മം തന്നെയാണ് രക്ഷിച്ചത്. ആ ധർമ്മത്തിന് അതിൻ്റെ ഉള്ളിലൊരു ശക്തിയുണ്ട്. മഹാഭാരത യുദ്ധവേളയിലും അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് കാണണമല്ലോ. അത് നിർണയിക്കാൻ പോവല്ലേ കൃഷ്ണൻ. ആ കൃഷ്ണൻ അവിടെ പോകുമ്പോൾ എതിർപക്ഷത്തിലുള്ളവരെങ്ങനെ സ്വീകരിക്കണു, എങ്ങനെ ഇരുത്തണു, അവരെന്താണ് കുശലപ്രശ്നം ചോദിക്കുന്നത്, കൃഷ്ണൻ എന്താണ് ധർമ്മത്തിന് വേണ്ടി അവതരിപ്പിക്കുന്നത്, അതിനുള്ള അവസാനത്തെ പ്രതികരണം എന്താ മറുപക്ഷത്തിൽ നിന്ന്, ആ പ്രതികരണം അവിടെ നന്നാവുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്താ, ഇതൊന്നും നേരിട്ട് കാണാൻ ഇതം പ്രഥമമായി നടക്കുന്ന ഒരു സന്ധി ശ്രമമാണിത്. അത് കാണാൻ വന്നിരിക്കുക ആ മഹർഷിമാർ. പൂജാ പ്രയുജ്യതാമാശു മുനീനാം ഭാവിതാത്മനാം ഋഷിഞ്ചാന്തനവോ ദൃഷ്ട്വാ സഭാദ്വാരം ഉപസ്ഥിതാൻ. പൂജാ പ്രയുജ്യതാമാശു മുനീനാം ഭാവിതാത്മനാം. മഹർഷിമാർ അപ്പം അതിനൊരു വിവരണം നൽകി. ആര്? വ്യാസദേവൻ. ഭാവിതാത്മനാം. ആരെയാ ഈ മഹർഷി എന്ന് പറയണത്? ഒരു പേരിട്ടു, ഞാനൊരു മഹർഷിയാ എന്ന് പറഞ്ഞതുകൊണ്ട് മഹർഷിയാവോ? ഇല്ല. ഭാവിതാത്മനാം. അവരുടെ ഉള്ളുണ്ടല്ലോ അത് പവിത്രമാകണം. ഏതാ ഈ ഉള്ള്? മനസ്സ്, പിന്നെയോ ബുദ്ധി, അത് കഴിഞ്ഞാലോ അഹങ്കാരം. ഇങ്ങനെ മൂന്നെണ്ണേ പവിത്രമാവാനുള്ളൂ. നമ്മുടെ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്നതായ വിചാരങ്ങൾ, ആലോചനകൾ, സ്മരണങ്ങൾ, ഇങ്ങനെ എല്ലാം തന്നെ ശുദ്ധമാവണം. അതിൽ പരോപദ്രവം പാടില്ല, പരപീഡനം പാടില്ല, അസൂയ പാടില്ല, അസഹിഷ്ണുത പാടില്ല, അഭിമാനവും അഹങ്കാരവും ഉണ്ടാവരുത്. ഇതൊന്നുമില്ലെങ്കിൽ പവിത്രമായി. ആ പവിത്രാത്മാക്കളാണ് ഇങ്ങനെയുള്ള സാഹിത്യമൊക്കെ രചിക്കുന്നത്. അവരുടെ വായിൽ നിന്നും അവരുടെ മനസ്സിൽ നിന്നും മാത്രമേ സമയ സന്ദർഭങ്ങൾക്കനുസരിച്ച് ആ സത്യധർമ്മം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള രചനകളും പദങ്ങളും വാക്യങ്ങളും ഖണ്ഡികകളും പുറപ്പെടുള്ളൂ. പൂജാ പ്രയുജ്യതാമാശു മുനീനാം ഭാവിതാത്മനാം. പരമപവിത്രമായിരിക്കുന്ന മനസ്സാണ് ഇവർക്ക് എല്ലാവർക്കും. അങ്ങനെയുള്ള മഹർഷിമാർക്ക് പ്രയുജ്യതാം പൂജ ആശു. എത്രയും വേഗം വേണ്ടതുപോലെയുള്ള പൂജ നടക്കട്ടെ. ഋഷീൻ ചാന്തനവോ ദൃഷ്ട്വാ സഭാദ്വാരമുപസ്ഥിതാൻ. അവർ സഭാദ്വാരത്തിൽ വന്ന് എത്തിക്കഴിഞ്ഞു. ഭീഷ്മൻ നോക്കിയപ്പോൾ വന്നു കഴിഞ്ഞു. ഉടനെ അവർക്ക് വേണ്ടതുപോലെയുള്ള പൂജ നൽകണം എന്ന് പറഞ്ഞ് ആ പൂജയും സത്കാരവും നൽകി. തേഷു തത്രോപവിഷ്ടേഷു ഗൃഹീതാർഘ്യേഷു ഭാരത. അവർക്ക് എല്ലാവർക്കും അർഘ്യം, ആചമനീയം എല്ലാം കൊടുത്ത് അവർ വേണ്ടതുപോലെ ഇരുത്തിയതിന് ശേഷം തേഷു തത്രോപവിഷ്ടേഷു ഗൃഹീതാർഘ്യേഷു ഭാരത ചിരസ്യ ദൃഷ്ട്വാ ദാശാർഹം രാജാനഃ സർവയേവ തേ അമൃതസ്യേവനാദൃപ്യൻ പ്രേക്ഷമാണ ജനാർദ്ദനം. ചിരസ്യ ദൃഷ്ട്വാ ദാശാർഹം രാജാനഃ സർവയേവ തേ. എത്ര ദിവസമായി, എത്ര മണിക്കൂറായി കാത്തിരിക്കണു. ആർക്ക്? കൃഷ്ണ പരമാത്മാവ് വരട്ടെ എന്ന് പറഞ്ഞ്. കൃഷ്ണൻ വരുന്ന വർത്തമാനം എല്ലാവർക്കും അറിയാം. ധൃതരാഷ്ട്രൻ വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. മകൻ കൂട്ടാക്കിയില്ല, പിടിച്ച് കെട്ടണമെന്ന് പറഞ്ഞിട്ടാ അവരെല്ലാവരും കൂടി മുഷിഞ്ഞു പിരിഞ്ഞത്. പക്ഷേ മഹാരാജാവ് ധൃതരാഷ്ട്രനാണല്ലോ. കൂട്ടത്തിൽ അവിടെ വിതുരനുണ്ട്, ദ്രോണനുണ്ട്, കൃപാചാര്യനുണ്ട്, ഭീഷ്മനുമുണ്ട്. അപ്പം മഹാരാജാവ് പറഞ്ഞ മാതിരി ഒരുക്കങ്ങളെല്ലാം നടത്തി. തലേ ദിവസമാണല്ലോ ദുര്യോധനൻ ശാപ്പാടിന് വട്ടം കൂട്ടി എന്തേ വരാത്തേന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കൃഷ്ണൻ എവിടെ, കൃഷ്ണൻ എവിടെ, എപ്പോഴാ വരിക, എന്താ പറയുക, ഇങ്ങനെ കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിരസ്യ ദൃഷ്ട്വാദാശാർഹം. അവസാനം വന്നെത്തി സഭയിലേക്ക് പ്രവേശിച്ചു. മഹർഷിമാരെ സ്വാഗതം ചെയ്ത് സത്കരിച്ച് ഇരുത്തണം എന്ന് ഭീഷ്മനോട് പറഞ്ഞു. ഭീഷ്മൻ അതിനു വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു. അമൃതസ്യേവനാദൃപ്യൻ പ്രേക്ഷമാണ ജനാർദ്ദനം. ഒരു കൈ കൊണ്ട് സാത്വികയെ, പിന്നൊരു കൈ കൊണ്ട് വിതുരനെയും പിടിച്ചു. അങ്ങനെ വന്ന ആ കൃഷ്ണനെ അവര് എത്ര നോക്കിയിട്ടും അവർക്ക് തൃപ്തി വന്നില്ല അത്രേ. അമൃതസ്യേവനാദൃപ്യൻ. അമൃത് കഴിച്ച് തൃപ്തി വരുമോ? വരില്ല. അതുപോലെ കണ്ണുകൊണ്ട് കൃഷ്ണനെ കണ്ട് അവർക്ക് തൃപ്തി വന്നില്ല. പ്രേക്ഷമാണ ജനാർദ്ദനം. പ്രേക്ഷകരെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹസ്തിനാപുരത്തിൽ
ആ മഹേന്ദ്രസദന സമമായിരിക്കുന്ന ആ സഭയിൽ കൃഷ്ണൻ പ്രവേശിച്ചിരിക്കുന്നു. ഭീഷ്മനായി സംസാരിച്ചു. മഹർഷിമാർക്ക് സ്വാഗതം ചെയ്ത് അവരെ എല്ലാവരെയും പിടിച്ചിരുത്തി. രാജാക്കന്മാരെല്ലാവരും വളരെ കൊല്ലങ്ങളായി പ്രതീക്ഷിച്ചതുപോലെയാണ് കൃഷ്ണൻ്റെ വരവ്. അതങ്ങോട്ട് കണ്ട് അവർ കുളിർക്ക കണ്ട് മനസ്സ് കുളിർന്ന് അവർക്ക് തൃപ്തിയായില്ല അത്ര ആ ദർശനം. ചിരസ്യ ദൃഷ്ട്വാ ദാശാർഹം രാജാനഃ സർവയേവതേ അമൃതസ്യേവ നാതൃപ്യൻ പ്രേക്ഷമാണ ജനാർദ്ദനം. അതസീ പുഷ്പസങ്കാശഃ പീതവാസാ ജനാർദ്ദനഃ വ്യഭ്രാജത സഭാമധ്യേ ഹേമ്നീവോപഹിതോ മണിഃ. എന്താ പറയുക, കാവ്യമാണല്ലോ. വ്യാസദേവൻ വിട്ടുകൊടുക്കണമൊന്നുമില്ല. അതസീ പുഷ്പസങ്കാശഃ പീതവാസ ജനാർദ്ദനഃ. ആ ജനാർദ്ദനെ വർണ്ണിക്കുകയാണ്. അദ്ദേഹം ഉടുത്തിട്ടുള്ളത് എന്താ? മഞ്ഞപ്പട്ട്. സഹജമായിട്ടുള്ള ഒന്നാ, മഞ്ഞപ്പട്ട് ഉടുത്തിട്ടുണ്ട്. അതസീ പുഷ്പസങ്കാശഃ, ആ കായാമ്പൂവിന് തുല്യമായിട്ടുള്ള ഒരു നിറ. അതസീ പുഷ്പസങ്കാശഃ പീതവാസ ജനാർദ്ദനഃ. അപ്പം മഞ്ഞ നിറം പട്ടിന്, കായാമ്പു നിറം തനിക്കും. ഇതെല്ലാം കൂടിയിട്ട് വ്യഭ്രാജത സഭാമധ്യേ, ആ നിറഞ്ഞ സദസ്സിൽ, അവിടെ അന്ന് കാലത്ത് ജീവിച്ചിരുന്നവരിൽ പ്രമുഖരും പ്രാജ്ഞരും തപസ്വികളും എല്ലാവിധത്തിലും ആരാധ്യരായിട്ടുള്ള എല്ലാ പുരുഷശ്രേഷ്ഠന്മാരും ഉണ്ട് അവിടെ. എന്തെങ്കിലും ഒന്ന് കുറവുണ്ടെങ്കിൽ യുധിഷ്ഠിര പ്രഭൃതികൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അവിടെയുണ്ട്. ആ സദസ്സിൽ വ്യഭ്രാജത, ശോഭിച്ചു അങ്ങേയറ്റം. ഹേമ്നീവോപഹിതോ മണിഃ, ഇന്ദ്രനീല കല്ല് ഒരു സ്വർണ്ണ തളികയിൽ അങ്ങോട്ട് വെച്ചു കൊടുത്താൽ എന്തായിരിക്കും ആ കല്ലിൻ്റെ ശോഭ? സ്വർണത്തിൻ്റെ ശോഭ. അതുപോലെയാ കൃഷ്ണൻ അവിടെ ശോഭിച്ചത്. ദൂതിന് പോയ വർത്തമാനമാണ് വിവരിക്കുന്നത്. അവിടെ ആ കൃഷ്ണനെ പറ്റിയിട്ട് പറയാനുള്ളത്, മഹർഷിക്ക് പറയാനുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. യഥോ ധർമ്മ തഥോ ജയ, യഥ കൃഷ്ണ തഥോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ട്, എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ജയമുണ്ട്. ഇത്രയും വലിയ ഒരു സദസ്സിലാണ് കൃഷ്ണൻ യുധിഷ്ഠിരൻ്റെ വാക്കുകൾ പറയാൻ പോകുന്നത്. അവിടെ ഇപ്പോൾ ഇത്ര മഹർഷിമാരുടെ മധ്യത്തിൽ ഒറ്റ കൃഷ്ണൻ ഈ യുധിഷ്ഠിരൻ്റെ സന്ദേശവും കൊണ്ടുപോയാൽ എങ്ങനെ ജയിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം, നമുക്കും അറിയാം. പറയാൻ പോണു, നിങ്ങൾക്കറിയാം, പറയാതെയും അറിയാം. അതസീ പുഷ്പസങ്കാശഃ പീതവാസ ജനാർദ്ദനഃ വ്യഭ്രാജത സഭാമധ്യേ ഹേമ്നീവോപഹിതോ മണിഃ. എന്നാൽ അതവിടെ നിൽക്കണില്ല. കൃഷ്ണനാണ് അവിടെ പോയിരിക്കുന്നത്. ആ കൃഷ്ണൻ്റെ ഒരൊറ്റ ആളുടെ ശോഭ ബാക്കി എല്ലാറ്റിനെയും മങ്ങിച്ചു. മങ്ങൽ തെറ്റി ബാക്കിയുള്ളതിന്. തേഷ്വാസീനേഷു സർവേഷു തൂഷ്ണീം ഭൂതേഷു രാജസു വാക്യം അഭ്യാദദേ കൃഷ്ണഃ സുദംഷ്ട്രോ ദുന്ദുഭിസ്വനഃ. അവിടെ കൃഷ്ണൻ എന്തിനാ പോയിരിക്കുന്നത്? ഒരു കുശലപ്രശ്നം ചെയ്യാനല്ല. അവിടെ ഒരാളെയും പ്രത്യേകിച്ച് ഗ്രീറ്റ് ചെയ്യാനോ അഭിനന്ദിക്കാനോ അല്ല പോയിരിക്കുന്നത്. താൻ പോയിരിക്കുന്നത് പാണ്ഡവന്മാർക്ക് വേണ്ടി യുധിഷ്ഠിരൻ പറഞ്ഞ വാക്കുകൾ, ദൗത്യം അവിടെ നിർവഹിക്കണം. ചോരക്കളം ഒഴിവാക്കാൻ പറ്റുമോ? രക്തച്ചൊരിച്ചിൽ നിർത്താൻ സാധിക്കുമോ? ഭരതവംശം നശിക്കാതെ രക്ഷിക്കാമോ? ഹസ്തിനപുരത്തിന് ഗ്ലാനി വരാതെ നോക്കാമോ? ഇതാണ് അവരുടെ ചോദ്യം. ആ ഒരൊറ്റ കാര്യത്തിനാണ് പോയിരിക്കുന്നത്. അങ്ങേ അറ്റത്തെ ഗൗരവമാണ്. അവിടെ വേറെ ഒന്നും പറയാനുള്ള സന്ദർഭമില്ല, ആവശ്യമില്ല, അതിന് അനുവാദവുമില്ല. തേഷ്വാസീനേഷു സർവേഷു, താൻ പറയാൻ പോകുന്നത് എല്ലാവരും കേൾക്കണം. അത് നിന്നുകൊണ്ട് കേട്ടാൽ പറ്റില്ല, ഇരുന്നു കൊണ്ട് വേണം കേൾക്കാൻ. അങ്ങനെ വന്നവരെയൊക്കെ ആദരവോടുകൂടി സത്കരിച്ചിരുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പുതിയതായത് ക്ഷണിക്കാതെ വന്നവർ മഹർഷിമാരാ. അത് ഇവർ മനസ്സിലാക്കിയിട്ടുമില്ല. അവർ പിന്നിൽ ദ്വാരത്തിലാണ് എത്തിയിരുന്നത്. അതാണ് കൃഷ്ണൻ ഭീഷ്മനോട് പറഞ്ഞത്, അവരെ വിളിച്ചിരുത്തൂന്ന്. അത്ര മാത്രമേ പറയേണ്ടതുണ്ടായിരുന്നുള്ളൂ. അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തേഷ്വാസീനേഷു സർവേഷു തൂഷ്ണീം ഭൂതേഷു രാജസു, ഒരൊറ്റ ആളവിടെ ഒന്നും മിണ്ടുന്നില്ല. കൃഷ്ണനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കൃഷ്ണൻ്റെ വാക്കുകളാണ് കേൾക്കേണ്ടത്. അവർക്ക് അവിടെ എണീറ്റ് നിന്ന് വലിയൊരു സ്വാഗതം പറയേണ്ട ആവശ്യമില്ല. കൃഷ്ണനെ അവർ സ്വാഗതവും ചെയ്യാൻ പോണില്ല. എന്താ കാരണം? പാണ്ഡവന്മാരുടെ പക്ഷത്തിൽ നിന്ന് ഒരാൾ ദൂത് പറയാൻ വന്നാൽ
ആ ആളോട് നമുക്ക് എന്ത് സ്വാഗതം പറയാനാണുള്ളത്? അദ്ദേഹം പറയണത് കേൾക്കണതല്ലാതെ, മറുപടി ഉണ്ടെങ്കിൽ പറയുന്നതല്ലാതെ മുൻവാക്ക് പറയാനൊന്നുമില്ല. വാക്യം അഭ്യാദതേ കൃഷ്ണ സുദംഷ്ട്രോ ദുന്ദുഭിസ്വന. ആ വാക്ക് പറഞ്ഞു അത്രേ, നല്ല മുത്തു പോലെയുള്ള പല്ല്, ദുന്ദുഭിസ്വനം, ആ ദുന്ദുഭി ശബ്ദത്തോടു കൂടി അങ്ങനെ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ജീമൂതൈവ ഘർമാന്തേ സർവാം സംശ്രാവയൻ സഭാം ധൃതരാഷ്ട്രം അഭിപ്രേക്ഷ്യ സമഭാഷത മാധവ. അവിടെ ആരോടാ സംസാരിക്കേണ്ടത്? ഭീഷ്മനോടല്ല, ദ്രോണനോടല്ല, കൃപാചാര്യനോടല്ല, വിദുരനോടല്ല. അവിടെ ഒരൊറ്റ ആളാണ് കേന്ദ്രീകരണം. ആരാ? ധൃതരാഷ്ട്ര മഹാരാജാവ്. ധൃതരാഷ്ട്ര മഹാരാജാവ്, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അവിടെ എല്ലാം നടക്കുന്നത്. ആ അദ്ദേഹത്തിനെ നോക്കിക്കൊണ്ട് സംസാരിച്ചു അത്രേ. ജീമൂദൈവ ഘർമാന്തേ സർവാം സംശ്രാവയൻ സഭാം. വേനൽക്കാലത്തിൻ്റെ അവസാനം, ആ വേനൽക്കാലത്തിൻ്റെ അവസാനത്ത് കറുത്ത മേഘങ്ങൾ വന്ന് അങ്ങനെ വൃഷ്ടി, മഴ പെയ്യുമല്ലോ, അതേമാതിരി ജീമൂദൈവ ഘർമാന്തേ സർവാം സംശ്രാവയൻ സഭാം. ആ സമയത്ത് ഇടിമുഴക്കം, വല്ലാത്ത മുഴക്കാണ്. അങ്ങനെ വേനൽക്കാലം അവസാനിച്ച് മഴക്കാലം തുടങ്ങുന്നതോടുകൂടി ആകാശം കറുത്തിരുണ്ട് നിറഞ്ഞിരിക്കുന്ന സമയത്ത് മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി അവ ഗർജിക്കുന്നത് പോലെയുള്ള സ്വരത്തിൽ എല്ലാവർക്കും കേൾക്കാവുന്ന തരത്തിൽ സമഭാഷത മാധവ, അസ്സലായിട്ട് സംസാരിച്ചു. ധൃതരാഷ്ട്രം അഭിപ്രേക്ഷ്യ, മഹാരാജാവിനെ നോക്കിക്കൊണ്ടാണ് സംസാരിച്ചത്. ധൃതരാഷ്ട്രൻ കുരുടനായതുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷേ മഹാരാജാവിനെ നോക്കിയാണ് സംസാരിക്കണേന്നുള്ളത് എല്ലാവർക്കും അറിയാം, ധൃതരാഷ്ട്രനും അറിയാം. ശബ്ദം കേൾക്കാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് സംബോധന ചെയ്യുന്നുമുണ്ട് കൃഷ്ണൻ്റെ വാക്കുകൾ. അപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്. ആ പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് ഓർമ്മ വയ്ക്കണം, എന്ത്? യുധിഷ്ഠിരനാ പറഞ്ഞയച്ചിരിക്കുന്നത്. എനിക്ക് എങ്ങനെയായാലും ഈ രക്തച്ചൊരിച്ചൽ ഒഴിവാക്കണം കൃഷ്ണ. ആരെങ്കിലും ഒരാൾ അവിടെ പോയി സന്ധി സമ്മതിക്കണം. അതിന് ഞാൻ ആരെയാണ് കണ്ടുപിടിക്കുക? അങ്ങ് മാത്രമേ എനിക്ക് പോകാൻ പറ്റിയ ഒരാളുള്ളൂ. അതുകൊണ്ട് കൃഷ്ണൻ പോണം. ജ്യേഷ്ഠൻ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യാം, ഒരു മടിയില്ല എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പലരും എല്ലാവരുമായി സംസാരിച്ചു. അവരെ 6 പേരാണ്: യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, അവസാനം ദ്രൗപദി. ഇവരെല്ലാവരോടും സംസാരിച്ച് ഓരോരുത്തരോടും അഭിപ്രായം അവർക്ക് പറയാനുള്ളത് പറഞ്ഞു കേട്ട് അവരെ സാന്ത്വനപ്പെടുത്തി നല്ല അഷ്യൂറൻസ് ഒക്കെ കൊടുത്തിട്ടാണ് കൃഷ്ണൻ അവിടുന്ന് പോന്നിരിക്കുന്നത്. അതൊക്കെ പഴയ കഥയാണ്, അതൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ ഹസ്തിനപുരത്തിൽ വന്നിട്ട് ഇവിടെ ചെയ്യാനുള്ളത് എന്താ? ഞാൻ എന്ത് കാര്യത്തിന് വന്നുവോ അത് ഈ സദസ്സിൻ്റെ മുൻപിൽ അവതരിപ്പിക്കണം. ആ അവതരണം വളരെ പ്രധാനമാണ്. സ്വന്തം ഭാഷയിലാണ് ഇനി പറയാൻ പോകുന്നത്. ഉദ്ദേശം ഒരുപക്ഷെ യുധിഷ്ഠിരൻ്റേതാകാം, ലോകത്തിന് മുഴുവൻ നന്മയുള്ളതാണ്. അപ്പം ആ ദൂതൻ എങ്ങനത്തവനാവണം, എത്ര പ്രഗത്ഭമതിയാകണം, എത്ര വൈശിഷ്ട്യത്തോടു കൂടി സംസാരിക്കണം, എന്തായിരിക്കണം? അപ്പം അദ്ദേഹത്തിന് സ്വയം ചില അധികാരങ്ങളും ആവശ്യങ്ങളും പ്രേരണകളും ഒക്കെ ഉണ്ടാവും. അത് വളരെ പ്രധാനമാണ്. ഒരു അംബാസഡറായിട്ട് നമ്മൾ ഒരു രാജ്യത്തിൽ നിന്ന് ഒരാളെ അയച്ചാൽ സാധാരണക്കാരെ അയക്കാൻ പറ്റില്ല. ശരിയായിട്ടുള്ളൊരു അംബാസഡർ ആണെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം ചുമതലാബോധത്തോടു കൂടി കർത്തവ്യത്തോടു കൂടി പലതും പറയേണ്ടിയും ചെയ്യേണ്ടിയും വരും. അങ്ങനെ ഒരു വലിയ ദൗത്യമാണ് നിർവഹിക്കുന്നത്. അതിലാദ്യം ആ കൃഷ്ണൻ പറയുകയാണ്. ഞാനിത് വായിച്ചപ്പോൾ കുറേ നേരം, അത് വായിച്ചത് മുതൽക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണു. അത് ആ പറഞ്ഞത് അതിലൊരൊറ്റ വാക്കാ, ഒരൊറ്റ വാക്ക്. കുരൂണാം പാണ്ഡവാനാം ച ശമസ്യാദിതി ഭാരത അപ്രണാശേന വീരാണാം ഏതത് യാചിതുമാഗതഃ. ആ യാചിതും എന്നുള്ള വാക്ക് എന്താ പറയണേ കൃഷ്ണൻ എന്നറിയോ? അദ്ദേഹത്തിൻ്റെ പ്രഭാവം എത്രയുണ്ട്? അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാണ്ഡവന്മാരുടെ യോഗ്യത, മഹത്വം എത്രയുണ്ട്? സാധാരണ രാജാക്കന്മാർക്കുള്ള യോഗ്യതയും പ്രഭാവമല്ല അവർക്ക്. 12 കൊല്ലം വനത്തിൽ തപശ്ചര്യ നടത്തി, 1 കൊല്ലം അജ്ഞാതവാസം ദേശസഞ്ചാരത്തിൽപ്പെട്ടു. അങ്ങനെ 13 കൊല്ലത്തെ തപസ്സിൻ്റെ സർവ്വവിധത്തിലുള്ള പ്രഭാവവും അനുഗ്രഹവും ആശിസ്സും അവർക്കുണ്ട്. ഇങ്ങനെയുള്ള രാജാക്കന്മാർ ലോകത്തിൽ എത്രയുണ്ടെന്ന് നിങ്ങൾ പറയും. ഇനി കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രുക്മിണിയോടുകൂടി പോയി ഹിമാലയത്തിൽ 12 കൊല്ലം തപസ് ചെയ്തു. അതിനുശേഷമാണ് പ്രദ്യുമ്നൻ ജനിച്ചത്. അപ്പം തപസ്സിൽ കുറവൊന്നുമല്ല കൃഷ്ണൻ. അങ്ങനെ വിശേഷപ്പെട്ട ഒരു കൂട്ടം രാജാക്കന്മാരുടെ പ്രതിനിധിയായിട്ടാണ്
ദൂതനായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറയുകയാണ്, കുരൂണാം പാണ്ഡവാനാം ച ശമസ്യാദിതി ഭാരത അപ്രണാശേന വീരാണാം ഏതത് യാചിതുമാഗതഃ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭഗവത്ഗീതയുടെ ആദ്യത്തെ ശ്ലോകം എന്താ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഇത്രയും പ്രായമായിട്ടുള്ള മഹാരാജാവ് അവിടെ ഇരുന്ന് പറയുകയാണ്, മാമകാഃ പാണ്ഡവാശ്ചൈവ, എൻ്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും. ഇതാണ് അങ്ങോർക്ക് പറയാനുള്ളത് ഈ വയസ്സിൽ. കൃഷ്ണൻ അവിടെ പാണ്ഡവന്മാരുടെ കാര്യം നേടാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ തുടക്കം എങ്ങനെയാ? കുരൂണാം പാണ്ഡവാനാം ച ശമസ്യാദിതി ഭാരത. കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും രണ്ടു പേർക്കും സമാധാനവും ശാന്തിയും ഉണ്ടാവണം. രക്തവിപ്ലവം, രക്തച്ചൊരിച്ചൽ ഉണ്ടാവരുത്. അങ്ങനെ രണ്ടുപേരെന്ന് പറയുന്നതിൽ കുരൂണാം പാണ്ഡവാനാം ച. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? സംസാരിക്കാൻ പഠിക്കിൻ, സംസ്കാരം ഉൾക്കൊള്ളൂ, കുട്ടികളെ പറഞ്ഞ് ധരിപ്പിക്കൂ. അതിവിശിഷ്ടമായിരിക്കുന്ന ഒരു ജനതയാണ് ഭാരതത്തിലേത്. നമ്മുടെ ഈ സാഹിത്യം മാത്രം മതി ഭാരതത്തിൻ്റെ മഹിമ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ. ഇങ്ങനെ ഒരു സാഹിത്യം ലോകത്തിൽ ഒരു സ്ഥലത്തും എഴുതാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഒരു ദിവസമോ 2 ദിവസമോ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പുറപ്പെട്ടത്. എങ്ങനെ അവസാനിപ്പിക്കാൻ? ഏത് രംഗത്തിലായാലും, ഏത് ദൃശ്യത്തിലായാലും, ഏത് സംഭവത്തിലായാലും അത് മുഴുവനും വ്യാസമഹർഷി അതങ്ങോട്ട് ചിത്രീകരിക്കുന്ന സമയത്ത് ഓരോന്നിലും ഇങ്ങനെ പതിച്ച് പതിച്ച് വയ്ക്കുകയാണ് മൂല്യരത്നങ്ങൾ. നവരത്നങ്ങൾ കണ്ണിന് കാണാനുള്ളതാണ്. ആ കണ്ണിന് കാണാനുള്ളത് കണ്ണ് തുറന്നാലേ കാണാൻ പറ്റുള്ളൂ. മൂല്യരത്നങ്ങൾ അങ്ങനെയല്ല, അത് മനസ്സിനെയും ബുദ്ധിയെയും പ്രശോഭിപ്പിക്കുന്നതാണ്. ആ മൂല്യരത്നങ്ങൾ എത്രത്തോളം നിങ്ങൾ അണിയുന്നുവോ അത്രത്തോളമാണ് നിങ്ങളുടെ വ്യക്തിത്വം പ്രഭാപൂരിതമാകുക. എല്ലാ കാര്യത്തിലും കാര്യക്ഷമത വർദ്ധിച്ച് കർമ്മകുശലത അധികമായി, പ്രവർത്തനക്ഷമത, കാര്യസിദ്ധി നേടിയെടുക്കാൻ പറ്റിയ തരത്തിലുള്ള പ്രവർത്തനം, ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വം സുന്ദര ശോഭിതമാവണം. അതിനാണ് ഈ മൂല്യരത്നങ്ങൾ. നവരത്നങ്ങൾക്ക് എന്താ സ്ഥാനം? അത് പുറമെയാണ്. കുറച്ച് കാശ് കൊടുത്താൽ കിട്ടും, അത് പുറമേ ഇരിക്കുകയുള്ളൂ. അത് നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു കയറി ലയിച്ചു കയറി ഒന്നായിത്തീരില്ല. ഭക്ഷണം രൂപാന്തരപ്പെട്ട് രക്തമായി നമ്മുടെ ശരീരത്തിൽ കയറുന്നത് പോലെ മൂല്യങ്ങൾ എന്ന് പറയുന്ന രത്നങ്ങൾ മാത്രമേ മനസ്സിൽ അലിഞ്ഞു ചേർന്ന് എപ്പോഴും മനസ്സിനെ പ്രശോഭിപ്പിച്ചു കൊണ്ടിരിക്കുള്ളൂ. കുരൂണാം പാണ്ഡവാനാം ച ശമസ്യാദിതി ഭാരത അപ്രണാശേന വീരാണാം ഏതത് യാചിതുമാഗതഃ. ഞാൻ നിങ്ങളോട് ഇത് ഇരക്കാനാണ് വന്നിരിക്കണതെന്ന്. എന്ത്? യാചിക്കാൻ. ഇവിടെ വന്നിട്ടുള്ളത് യാചിക്കാനാണ്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കൃഷ്ണ പരമാത്മാ എന്ന് പറഞ്ഞ് നാം അഹോരാത്രം ആരാധിക്കുന്ന ആ മഹത് വ്യക്തി പറയാണ്, ഞാൻ നിങ്ങളുടെ മുൻപിൽ ശമം യാചിക്കാനാണ് വന്നിരിക്കുന്നത്. ഭിക്ഷാം ദേഹി. ആർക്കുള്ള ശമമാ? കുരൂണാം പാണ്ഡവാനാം ച. ഈ പക്ഷത്തിലിരിക്കുന്ന കൗരവന്മാർക്ക് ആദ്യമായി, അപ്പുറത്ത് നിൽക്കുന്ന ഉപപ്ലാവ്യത്തിലുള്ള പാണ്ഡവന്മാർക്കും ഒരുപോലെ ശമം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എങ്ങനെ ശമം ഉണ്ടാകണം? കൊടും യുദ്ധം നടന്നതിന് ശേഷമുള്ള ഒരു ശാന്തിയല്ല, നമുക്കതിന് മുൻപ് തന്നെ വേണം. അപ്രണാശേന വീരാണാം. എത്ര വീരന്മാരാണ് ഇരുപക്ഷത്തിലുമുള്ളത്. ഇവിടെ തന്നെ എത്ര രാജാക്കന്മാർ വന്നിരിക്കുന്നു. ഇവർക്ക് എന്താണ് കുറവ്? അവർക്ക് എല്ലാവരും വീരന്മാരാണ്, ധീരന്മാരാണ്, ശൂരന്മാരാണ്, പലതുകൊണ്ടും സമ്പന്നന്മാരാണ്. അവർക്ക് പഠിപ്പിന് പഠിപ്പ്, അറിവിന് അറിവ്, പഴക്കത്തിന് പഴക്കം, അനുഭവസമ്പന്നതയ്ക്ക് അനുഭവസമ്പന്നത, എല്ലാവിധത്തിലുള്ള സമ്പദ് സമൃദ്ധിയും ജ്ഞാനസമൃദ്ധിയും ഉള്ളവരാണത്. അങ്ങനെയുള്ള വീരന്മാർക്ക് ഒരു വിധത്തിലുമുള്ള നാശമോ കുറവോ വരരുത്. ഇത് ഉറപ്പുവരുത്താൻ വേണ്ടി ശാന്തി, ശമം ഉണ്ടാവണം എന്ന് പറഞ്ഞ് അത് യാചിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കൃഷ്ണൻ്റെ ആദ്യത്തെ വാക്കാണ് ശമം യാചിതുമാഗതഃ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? വിദ്യാ ദദാതി വിനയം എന്നാണ് നമ്മുടെ ഒരു മൂല്യം. വിദ്യ നമുക്ക് ആദ്യമായി നൽകേണ്ടത് വിനയമാണ്, താഴ്മ.
കൃഷ്ണൻ്റെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, താൻ പറയാൻ പോകുന്ന കാര്യം എതിർപക്ഷത്തിലുള്ളവർക്ക്, ശ്രോതാക്കൾക്ക് കേട്ട് മനസ്സിലാക്കി അതോടുകൂടി യോജിച്ച് അത് സാങ്ഷൻ ചെയ്യാൻ അനുവദിക്കാൻ അവർക്ക് തോന്നണം എന്ന്. അപ്പോൾ ഒരു സെർവൻ്റ് മാസ്റ്ററുടെ മുൻപിൽ എങ്ങനെ അവതരിപ്പിക്കുമോ അതുപോലെയാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ അവിടം കൊണ്ട് നിൽക്കണില്ല കേട്ടോ. നമ്മുടെ ഹനുമാൻ രാമന് വേണ്ടി സീതാന്വേഷണത്തിൽ ലങ്കയ്ക്ക് പോയി. അവിടെ അന്വേഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം സീതയെ കണ്ടു. അപ്പം സന്തോഷമായി, സാഫല്യമായി തൻ്റെ ദൗത്യം. വെറുതെ പോന്നില്ല, ഹനുമാന്റെ പ്രഭാവം മുഴുവനും അവിടെ കാണിച്ചു. അവരെല്ലാവരും കൂടി ഹനുമാന്റെ വാലിൽ തുണി ചുറ്റി തീ കൊടുത്തു. തീ കൊടുത്തപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തു? ആ തീ കൊണ്ട് തന്നെ ലങ്കയ്ക്ക് തീ കൊടുത്തു. ആ പ്രഭാവം കാണിച്ചിട്ടാണ് വന്നത്. കൃഷ്ണൻ സംസാരത്തിൽ കുറയ്ക്കാനൊന്നും പോണില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ തുടക്കം നോക്കൂ എങ്ങനെയാണെന്ന്. അർജുനൻ ആവശ്യപ്പെട്ടു തേരാളിയായിരിക്കണം എന്ന്. തേരാളിയായിട്ടിരുന്നു. 18 ദിവസവും തേരാളി തന്നെ. അതിനെപ്പറ്റി ഞാൻ ഇനിയൊരു അവസരത്തിൽ പറയാം. ഇവിടെയോ യുധിഷ്ഠിരൻ ദൂതനായി പോകാൻ പറഞ്ഞു. എന്നിട്ട് ആ ദൂതൻ്റെ വായിൽ നിന്ന് ആദ്യം വരണ വാക്ക് ഏതത് യാചിതുമാഗതഃ, ഇത് യാചിക്കാനാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഓരോരോ ഭാഗമുണ്ടല്ലോ. ഇത് വായിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവർക്ക്, മനസ്സുള്ളവർക്ക്, വ്യഗ്രതയുള്ളവർക്ക്, ശ്രദ്ധയുള്ളവർക്ക്, സ്നേഹമുള്ളവർക്ക്, സംസ്കാര പ്രേമികൾക്ക്, ധർമ്മചിന്തകന്മാർക്ക്, വിശേഷ ബുദ്ധിയുള്ളവർ, ഇവരെല്ലാവരും ഈ ഒരൊറ്റ വാക്ക് മതി അവരുടെ ജീവിതം മുഴുവനും മാറ്റാൻ. അത് യാചിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുരൂണാം പാണ്ഡവാനാം ച ശമസ്യാദിതി ഭാരത അപ്രണാശേന വീരാണാം ഏതദ്യാചിതുമാഗതഃ ഇദം ഹൃദ്യകുലം ശ്രേഷ്ഠം സർവരാജസു പാർത്ഥിവ ശ്രുതവൃത്തോപസമ്പന്നം സർവൈഃ സമുദിതം ഗുണൈഃ. ഇദം ഹ്യദ്യകുലം ശ്രേഷ്ഠം. ഞാനിവിടെ എവിടെയാണ് ഇരിക്കുന്നത്? ഹസ്തിനപുരത്തിൽ. ആ ഭരതവംശത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഈ കുലം വളരെ ശ്രേഷ്ഠമാണ്. ഇവിടെ പല താവഴികളും പല രാജാക്കന്മാരുമുണ്ട്. അവരെ എല്ലാവരെയും കണക്കിലെടുത്താൽ മഹാരാജാവേ പാർത്ഥിവ സർവരാജസു ഇദം ഹ്യദ്യ കുലം ശ്രേഷ്ഠം. എല്ലാ രാജവംശങ്ങളിലും വെച്ച് വളരെ വിശേഷപ്പെട്ടതാണ് ഈ രാജവംശം. ശ്രുതവൃത്തോപസമ്പന്നം സർവൈഃ സമുദിതം ഗുണൈഃ. ശ്രുതവൃത്ത ഉപസമ്പന്നം. പഠിപ്പിന് പഠിപ്പ്. വേദശാസ്ത്രങ്ങൾ 4 വേദവും 6 ശാസ്ത്രവും പഠിച്ചവരാണ് ഇവിടുത്തെ രാജാക്കന്മാരും രാജകുമാരന്മാരുമെല്ലാം. ചെറുപ്പം മുതൽക്ക് അവരെ പഠിപ്പിക്കുന്നത് വേദവും ശാസ്ത്രവുമാണ്. പിന്നെ ധനുർവിദ്യയും പഠിപ്പിക്കും. ധനുർവിദ്യ മാത്രമല്ല, അങ്ങനെ ഒരു ഭാഗത്ത് പഠിപ്പ്. പിന്നെ അവരുടെ ജീവിത വൃത്തികളോ, അതും ക്ഷത്രിയ വൃത്തി സമാജത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ജനക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ക്ഷത്രിയ ജീവിതം. സർവൈഃ സമുദിതം ഗുണൈഃ. ഇവിടെ ഗുണത്തിൽ ആർക്കാ കുറവ്? ഭീഷ്മ പിതാമഹൻ, ദ്രോണാചാര്യര്, കൃപാചാര്യര്, ധൃതരാഷ്ട്രൻ, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. വിതുരനുണ്ട്. ഇവരെല്ലാവരും എല്ലാ വിധത്തിലുള്ള മനുഷ്യഗുണങ്ങളും കൂടിയവരാണ്. എന്തൊക്കെ ഗുണങ്ങളാ? കൃഷ്ണൻ ഒരു പട്ടിക പറയുന്നു. കൃപാനുകമ്പാ കാരുണ്യം ആനൃശംസ്യം ച ഭാരത തഥാർജവം ക്ഷമാസത്യം കുരുഷ്വേതത് വിശിഷ്യതേ. ഈ കുരുവംശത്തിൽ വിശേഷപ്പെട്ട് കാണാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാ? കൃപ, അനുകമ്പ, കാരുണ്യം, ആനൃശംസ്യം, ആർജവം, ക്ഷമ, സത്യം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കൃഷ്ണൻ ദൂത് പറയുന്നിടത്ത് ഞാൻ വന്നിരിക്കുന്നു പകുതി രാജ്യം തരൂ എന്നല്ല പറയുന്നത്. ആ പറയുന്ന ഭാഷയൊന്ന് നോക്കൂ, അവതരണമൊന്ന് നോക്കൂ. ഞാൻ ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത് കുരുവംശത്തിലാണ്. ആ കുരുവംശം ഭയപ്പെട്ടവരല്ല, സർവ്വ രാജവംശങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാണ്. എല്ലാ രാജാക്കന്മാർക്കും മാതൃകയാകേണ്ടവരാണ്. സ്വർണ്ണ ലിപികളിൽ എഴുതണം അവരുടെ ചരിത്രം. യുഗയുഗാന്തരങ്ങൾ കഴിഞ്ഞാലും കുരുവംശത്തിൻ്റെ പ്രസിദ്ധിയും പ്രഭാവവും നന്മയും അതിൻ്റെ മഹിമയും ലോകത്തെങ്ങും വിസ്മരിക്കാതെ പ്രശോഭിക്കണം. എന്തൊക്കെയാ ഗുണങ്ങൾ? കൃപ, ദയവ്, അനുകമ്പ, അനുഭാവം, കാരുണ്യം, അത് ദയയുടെ വേറൊരു ഭാഗം, ആനൃശംസ്യം. ഒരു സമയത്ത് നമുക്ക് ദുരുദ്ദേശമോ ദുരുപദിഷ്ടമോ ആയിട്ട് ഒന്നും ഉണ്ടാവരുത്. കാപട്യം ഉണ്ടാവരുത്, നിഷ്ഠുരതയുണ്ടാവരുത്, നിഷ്കണ്ടകത്വം നമ്മുടെ മനസ്സിൽ തട്ടരുത്. അങ്ങനെ ആനൃശംസ്യം ച ഭാരത തഥാ ആർജവം. നേരെ വാ നേരെ പോ, 2 വിധത്തിലുണ്ടാവരുത്. ക്ഷമ, നല്ല പോലെ ക്ഷമിക്കണം, സഹിക്കണം. സത്യം,
സത്യസന്ധമായിരിക്കണം. ഇതെല്ലാം കുരുഷു ഏതത് വിശിഷ്യതേ. ഈ ഗുണങ്ങളെല്ലാം കുരുവംശത്തിൽപ്പെട്ടവർക്ക് ധാരാളമുണ്ട്. ഒരു ലോഭവുമില്ല. നമ്മുടെ അഷ്ടാവക്ര മഹർഷിയും ജനകനുമായി നടന്ന സംവാദമാണ് അഷ്ടാവക്ര സംഹിത അല്ലെങ്കിൽ ഗീത. അതിൽ ആദ്യമായിട്ട് ചോദിക്കുകയാണ് ആര്? ജനകൻ. എങ്ങനെയാണ് ജ്ഞാനം കിട്ടുക? കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി വൈരാഗ്യം ച കഥം പ്രാപ്തം ഏതദ്ബ്രൂഹി മമ പ്രഭോ. ആദ്യമായിട്ടൊരൊറ്റ ചോദ്യമാണ് ജനക മഹാരാജാവ് അഷ്ടാവക്ര മഹർഷിയോട് ചോദിക്കുന്നത്. എങ്ങനെയാ ജ്ഞാനം കിട്ടുക? എങ്ങനെയാ വൈരാഗ്യം ഉണ്ടാവുക? മോക്ഷം സിദ്ധിക്കാനുള്ള വഴി എന്താണ്? ഒറ്റ സംശയം ഉണ്ടായില്ല മഹർഷിക്ക് മറുപടി പറയാൻ. മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷവത്യജ ക്ഷമാർജവതയാതോഷ സത്യം പീയൂഷവദ്ഭജ. മുക്തി വേണോ എൻ്റെ പൊന്നു മോനെ? ഒരൊറ്റ വഴിയേ ഉള്ളൂ. പുറം ലോകത്തിൽ നിന്ന് വിട്ട് അകം ലോകത്തിലേക്ക് നോക്കണം. നമ്മുടെ യോഗ്യത കണക്കാക്കുന്നത് ബാഹ്യമായ വസ്തുക്കളെയോ ശേഖരത്തെയോ അത് സമ്പാദിക്കാനുള്ള പഠിപ്പിനെയോ വെച്ചിട്ടാവരുത്. MA BA PhD ബിരുദങ്ങൾ കണക്കാക്കിയിട്ടല്ല. നേരെ മറിച്ച് എന്തു വേണം? ഉൾ വ്യക്തിത്വത്തെ സമ്പുഷ്ടമാക്കി സത്യസുന്ദരമാക്കി പ്രശോഭിതമാക്കി നിർത്താനുള്ള ഗുണമൂല്യങ്ങളുണ്ടോ അത് വെച്ചുകൊണ്ടാണ്. അതെന്തൊക്കെയാ? ക്ഷമ ആർജവതയാ തോഷ സത്യം പീയൂഷവദ്ഭജ. പുറമേയുള്ള കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് ഉൾരത്നങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അത് പെറുക്കിയെടുത്ത് സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുമെന്ന്. ഒന്ന് ക്ഷമ, ആർജവം, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, നേരെ വാ നേരെ പോ. ദയ, തോഷം, സന്തോഷം. എപ്പോൾ നോക്കിയാലും പ്രസന്ന മുഖമായിട്ടിരിക്കണം. ഈ മുഖം കരിവാളിച്ച് കനത്ത് മുഖം കയറ്റിപ്പിടിച്ചിങ്ങനെ ഇരിക്കുക. നിങ്ങൾക്ക് എത്ര ആളാ വീടുകളിൽ മുഖം കയറ്റിപ്പിടിച്ചിരിക്കുന്നവർ? ഭാര്യാഭർത്താക്കന്മാരെ എന്തെങ്കിലും ഒന്ന് ഭാര്യ പറയും, ഭർത്താവ് പറയും, 4 ദിവസം 1 കിലോഗ്രാം കൂടും മുഖം. ഈ സമ്പ്രദായങ്ങളൊക്കെ അങ്ങോട്ട് കളയൂ. മനസ്സിന് ലാഘവമുണ്ടാവട്ടെ, ലാഘവമുണ്ടാവട്ടെ. ഈ ലോകം അതിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. അതിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ നമുക്ക് സാധിക്കില്ല. ഭൂമി തിരിയണത് നമ്മളെ ചൊല്ലിയല്ല, നമ്മൾ ജീവിക്കണത് ഭൂമിയുടെ ഭ്രമണത്തെ ചൊല്ലിയ. അത് മനസ്സിലാക്കൂ. പഞ്ചഭൂതങ്ങൾ അനുവദിക്കുന്നതാണ് നമ്മുടെ ജീവിതം. അടുത്ത കാലത്ത് ഉത്തരാഖണ്ഡിലെ ഒരു സുനാമി പോലെ ഉണ്ടായല്ലോ. അത് വലിയ ദുരന്തമാണ്. ഇപ്പോഴും അത് അളന്ന് കണക്കാക്കിയിട്ടില്ല. അത് കണ്ട് നമ്മൾ പേടിക്കണോ? പേടിക്കരുത്. ഇന്ത്യ രാജ്യം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പല വിധത്തിലുള്ള ഈ പ്രകൃതിയുടെ എന്താ ഞാൻ പറയുക, പ്രകൃതിയുടെ ചില പ്രത്യേക വിശേഷ പ്രകടനങ്ങളുണ്ടല്ലോ. ഞാനതിനെ ഒരു ക്ഷോഭം എന്ന് പറയാൻ ഒരുക്കമില്ല. പ്രകൃതിക്ക് സ്വയം ബാലൻസ് ചെയ്യാനുള്ള പല നടപടികളും ഉണ്ട്. അതിൽപ്പെട്ടതാണ്. അപ്പോൾ പ്രകൃതിയുടെ വിശേഷ നടപടികൾക്ക് നടുവിലാണ് നമ്മൾ. നമുക്കിവിടെ ഭൂമികുലുക്കമുണ്ടാവും, കൊടുങ്കാറ്റുണ്ടാവും, പേമാരി ഉണ്ടാവും, വെള്ളപ്പൊക്കമുണ്ടാവും, വരൾച്ചയുണ്ടാവും, അഗ്നിബാധയുണ്ടാവും. പഞ്ചഭൂതങ്ങളോട് കൂടിയല്ലേ ജീവിക്കുന്നത്? പഞ്ചഭൂതങ്ങളല്ലേ ചുറ്റും. ഒരു നിലയ്ക്ക് അതിൻ്റെ സന്താനങ്ങളല്ലേ നമ്മൾ. അപ്പോൾ അച്ഛനമ്മമാരോട് കൂടി ജീവിക്കുന്നത് മാതിരി ഇണങ്ങി ജീവിക്കാൻ പഠിക്കണം. അതിന് മുൻകരുതലെടുക്കണം. അത് വന്നാൽ എന്തൊക്കെ വേണം, അതിനുള്ള പിൻനടപടികളും നമുക്കുണ്ടാവണം. ജപ്പാൻ പരിശീലിച്ചിട്ടുള്ളത് പോലെ നമുക്ക് അതിലും നന്നായി പരിശീലിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ പേടിക്കരുത്, നല്ല പോലെ ജീവിക്കണം. എന്തിനാ ഈ മുഖം കയറ്റിപ്പിടിക്കണത്? പല വിധത്തിലുള്ള അപകടങ്ങളുണ്ടാവും. നമ്മൾ ആരും ക്ഷണിച്ചു വരുത്തിയിട്ടോ സ്വയം ആവശ്യപ്പെട്ടിട്ട് വന്ന് ജനിച്ചവരല്ല. ജനിച്ചു പോയി, മരിക്കുന്നവരെ ജീവിക്കണം. നല്ലോണം പോലെ ജീവിക്കാൻ നോക്കും. സാധിച്ചില്ലെങ്കിലോ അതോടുകൂടി ഇണങ്ങും നമ്മൾ. നമുക്കിവിടെ ഒരു നഷ്ടവും വരാൻ പോണില്ല, ഒരു ലാഭവും കിട്ടാൻ പോണില്ല. ഈ ലോകത്തിൽ ആകെ മൊത്തം എന്ത് ലാഭം? കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു, അതങ്ങോട്ട് വലുതായി എന്നുണ്ടെങ്കിൽ പുതിയ ഒരു തൂക്കമോ ഒരു വസ്തുവോ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ മരം എത്രത്തോളം വളരുണ്ടോ അത്രത്തോളം കാറ്റ്, വെള്ളം, ഭൂമിയിലുള്ള പോഷകങ്ങൾ വലിച്ചെടുത്തിട്ടാണ്. അപ്പം മരം മുളച്ചത് കൊണ്ട് ഒരു പുതിയ ഭാരം ഉണ്ടാവാൻ പോണില്ല ആകത്തുകയിൽ. അപ്പം നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, വെൻ എ കാൻഡിൽ ഈസ് ബേൺഡ് നത്തിങ് ഈസ് ലോസ്റ്റ് എന്ന് കെമിസ്ട്രിയിൽ പറയും. ഒരു മെഴുകുതിരി കത്തിച്ചത് കൊണ്ട് ഒന്നും നശിക്കാൻ പോണില്ല. ഒക്കെ രൂപഭേദമേ ഇവിടെ ഉള്ളൂ. ആ രൂപഭേദത്തോടു കൂടിയിരിക്കണ ഈ ലോകത്തിൽ എന്ത് തന്നെ വന്നാലും അതിലൊരു പുതുമ കാണരുത്. ഭൂമി കുലുക്കമോ ഇടയ്ക്കിടയ്ക്കോ ഭൂമി കുലുങ്ങും, കൊടുങ്കാറ്റോ ഇടയ്ക്കിടയ്ക്കൊക്കെ കാറ്റ് വീശും, പേമാരിയോ ചിലപ്പോഴൊക്കെ ഉണ്ടാവും, വരൾച്ചയോ അതും ഉണ്ടാവും. അതിനുവേണ്ടി ഒരു മഹാരാജ്യം, ഉപഭൂഖണ്ഡം എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തെല്ലാം നേരിടണമോ, എന്തെല്ലാം മുൻകരുതൽ വേണമോ അതൊക്കെ സമ്പാദിച്ചോളൂ. ഇന്ത്യ ഏഴയല്ല, നല്ല പണക്കാരാണ്. ലക്ഷക്കണക്കിന് കോടിയാണ് നമ്മുടെ വരുമാനം, ദേശീയ വരുമാനം.
അതിൽ നിന്ന് വേണ്ട ചെലവ് ചെയ്ത് നമുക്കിതിനുള്ള മുൻകരുതൽ എടുക്കുക. നമ്മൾ അത്ര ദരിദ്രമൊന്നുമല്ല. ദാരിദ്ര്യമുണ്ട് അവിടെ ഇവിടെ എന്നുള്ളത് ശരി, അതുകൊണ്ട് പേടിക്കരുത്. ക്ഷമ ആർജവ ദയാ തോഷ സത്യം പീയൂഷവദ്ഭജ. സന്തുഷ്ടമായിട്ടിരിക്കണം നമ്മുടെ മുഖം. കരിവാളിപ്പ് തട്ടരുത്. എന്തിന്? ഇവിടെ എന്താ നമുക്ക് എടുക്കാനുള്ളത്, എന്താണ് കൊടുക്കാനുള്ളത്, എന്താണ് നഷ്ടപ്പെടാനുള്ളത്? അവസാനം നമ്മൾ പോകുമ്പോൾ കഷ്ടിച്ച് ദേഹം ഒന്ന് പുതയ്ക്കും, ഒരു പക്ഷേ പട്ടുകൊണ്ട് കുറച്ച് ചന്ദനമുട്ടി അവിടെ വയ്ക്കും, കർപ്പൂരവും വയ്ക്കും, ദഹിപ്പിച്ച് കളയാനാണ് പോകുന്നത്. ഒരു സാധനം ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ മക്കള്, നമ്മുടെ കുട്ടികള്, നമ്മുടെ വീട്, എന്ത് നമ്മുടെ ഒക്കെ ഭൂമിയുടെ, ഒക്കെ പഞ്ചഭൂതങ്ങളുടെ, ഒക്കെ ഇതിൻ്റെ സൃഷ്ടികർത്താവിൻ്റെ. നമ്മുടെ എന്ന് പറഞ്ഞ് ഒന്നുമില്ല. ആ വിചാരം കുഴിച്ചു മൂടൂ. അത് കാറ്റത്ത് പറന്നു പോട്ടെ. ക്ഷമാർജവദയാ തോഷ സത്യം. ദോഷത്തോടു കൂടിയിരിക്കൂ, സത്യസന്ധമായിട്ടിരിക്കൂ. നമ്മുടെ മന്ത്രിമാരും അധികാരികളും പൊളി പറയാതെ ഇരുന്നാൽ തന്നെ ഇന്ത്യ നന്നാവും. സത്യം ഏവ ജയതേ എന്നൊരു മുദ്രാവാക്യം തന്നെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിരുന്നാൽ മതി. എന്തിനാ ഞാനിത് പറഞ്ഞത്? കുരുവംശത്തിൽ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുക. അഷ്ടാവക്ര മഹർഷി ജനകനോട് പറയുകയാണ്, മോക്ഷം കിട്ടണം എന്നുണ്ടെങ്കിൽ, വൈരാഗ്യം വേണമെന്നുണ്ടെങ്കിൽ, ബ്രഹ്മജ്ഞാനം സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ 5 രത്നങ്ങൾ ഞാനിതാ പറഞ്ഞു തരണു. അത് ഉൾ വ്യക്തിത്വത്തിൽ പതിച്ചങ്ങോട്ട് വയ്ക്കൂ. ക്ഷമാർജവദയാ തോഷ സത്യം പീയൂഷവദ്ഭജ. കൃപാനുകമ്പാകാരുണ്യം നൃശംസ്യം ച ഭാരത. തഥാർജവം ക്ഷമാ സത്യം കുരുഷ്വേതത് വിശിഷ്യതേ.